ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ലിബറലിസത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് വളരെ ചെറിയൊരു പ്രതിപാദനം, ലിബറലിസത്തിന്റെ ഫിലോസഫിയെ കുറിച്ചൊരു കാര്യം, ലിബറലിസം ഉണ്ടാക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ. ലിബറലിസത്തിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചാൽ ഷിർക്കിന്റെ ചരിത്രമാണ്. എല്ലാ ബഹുദൈവത്വ സമൂഹങ്ങളും വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നവരും അവരുടെ ജീവിത വ്യവഹാരങ്ങളിൽ അവരുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ ബോധ്യമനുസരിച്ച് പ്രവർത്തിക്കാം, അന്ന് ആ സമൂഹത്തിലെ അധികാര കേന്ദ്രങ്ങളുടെ തീർപ്പനുസരിച്ച് പ്രവർത്തിക്കാം എന്ന് കരുതിയവരാണ്. അതിനോടാണ് എല്ലാ പ്രവാചകന്മാരും ഏറ്റുമുട്ടിയത്. ഒറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. ഷുഐബ് നബി അലൈഹി സ്വലാമയോട് ജനത ചോദിക്കുന്നുണ്ടല്ലോ, കാലു യാ ഷുഐബ് അസലാത്തുക തഅ്മുറുക അൻ നത്രുക മാ യഅബ്ദു ആബാഉന ഔ അൻ നഫ്അല ഫീ അംവാലിനാ മാ നശാ. ഷുഐബേ, നിന്റെ നമസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ പ്രപിതാക്കൾ ആരാധിച്ചിരുന്ന ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ കൈയൊഴിയണമെന്നും ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ഹിതപ്രകാരം ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അധികാരമില്ല എന്നും നിന്നോട് കൽപ്പിക്കുന്നത് നിന്റെ നമസ്കാരമാണ്? ലിബറൽസാണ്. സമ്പത്തിന്റെ കാര്യത്തിലെ ലിബറൽ കാഴ്ചപ്പാടാണ് ഷുഐബ് നബിയുടെ സമൂഹം ഉയർത്തിപ്പിടിച്ചിരുന്നത് എന്ന് കാണാൻ പറ്റും. എല്ലാ സമൂഹങ്ങളെയും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സ്വവർഗ ലൈംഗികത ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നതാണ്. ഇതാണ് ഇതിന്റെ ഒരു ചരിത്രം. ഇവിടെ ഇന്നത്തെ ഒരു കാലത്ത് നമ്മൾ ലിബറലിസം എന്ന് സവിശേഷമായി ചർച്ച ചെയ്യുന്ന കേസ്, അത് യൂറോപ്പിലെ നവോത്ഥാനത്തോടെയും എൻലൈറ്റൻമെന്റ്, പ്രബുദ്ധത എന്ന് മലയാളത്തിൽ പറയുന്ന യൂറോപ്പിൽ 19-ാം നൂറ്റാണ്ടോടുകൂടി ഉണ്ടായ ഒരു ആശയത്തെ തുടർന്നുണ്ടായതാണ് ഇന്ന് കാണുന്ന ലിബറലിസം. അതിന്റെ അന്തസ്സത്ത ഇത്രയേ ഉള്ളൂ. മതം, ദൈവവിശ്വാസം, ഇതൊക്കെ മനുഷ്യന്റെ വ്യക്തി ജീവിതം, ആചാരാനുഷ്ഠാനങ്ങൾ, ഇതിൽ നിങ്ങൾ നടത്തുകയോ നടത്താതിരിക്കുകയോ ഒക്കെ ചെയ്തു. പക്ഷെ മനുഷ്യന്റെ ബാക്കി സാമൂഹിക ജീവിതം, ഇത്തരം കാര്യങ്ങളിലൊന്നും അത് ഇടപെടരുത് എന്നതാണ്. മുമ്പ് നമ്മൾ സെക്യുലറിസം എന്ന് വിളിച്ചിരുന്ന പ്രതിഭാസം തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ ലിബറലിസം. ഇനി അതിന്റെ ഫിലോസഫിക്കലായ പ്രശ്നം എന്താണ്? നേരത്തെ ഇവിടെ ആമുഖത്തിൽ പറഞ്ഞു, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത എന്ത് കാര്യവും ഒരാൾക്ക് ചെയ്യാം, ഒരാൾക്കോ രണ്ടാൾക്കോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനോ ചെയ്യാം എന്നതാണ് ലിബറലിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഫിലോസഫി. അപ്പോ ആ ആർഗ്യുമെന്റിന് ഒരു പ്രിമൈസും ഒരു കൺക്ലൂഷനും ഉണ്ട്. പ്രിമൈസ്, മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ ലോകത്തുണ്ട്. കൺക്ലൂഷൻ, അതുകൊണ്ട് ആ കാര്യങ്ങൾ ആളുകൾക്ക് ചെയ്യാം. ഈ പ്രിമൈസ് ശരിയാണെങ്കിലേ കൺക്ലൂഷൻ ശരിയാവുകയുള്ളൂ. ആ പ്രിമൈസ് തെറ്റാണ്. ആളുകൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാത്ത ഒരു കാര്യവും മനുഷ്യർ ചെയ്യുന്നില്ല. മനുഷ്യർ എന്നല്ല ഒരു ജീവിയും ചെയ്യുന്നില്ല. എന്നാൽ അചേതന വസ്തുക്കളും സചേതന വസ്തുക്കളും തമ്മിലുള്ള ബന്ധം ഉൾപ്പെടെ എല്ലാം പരസ്പര ബന്ധിതമാണ്. ഈ ഭൂമിയുടെ, ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ തന്നെ വ്യവസ്ഥ, ജൈവപ്രകൃതിയുടേത്, ഓർഗാനിക് നാച്ചുറന്റേത് പ്രത്യേകിച്ചും പാരസ്പര്യമാണ്, പരസ്പര ബന്ധമാണ്. ജീവികൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്നു. സസ്യങ്ങൾ അവയുടെ ഫോട്ടോസിന്തസിന്റെ ഭാഗമായിട്ട് ഓക്സിജൻ പുറത്തേക്ക് വിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്നത് പരസ്പര ബന്ധിതമാണ്. എല്ലാ ജീവികളിലെയും ആണ് പെണ്ണ് എന്നത് പരസ്പര ബന്ധിതമാണ്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് സ്വകാര്യത്തിൽ ചെയ്യുന്നതാണ് എന്നതുകൊണ്ട് വേറെ ആളെ ബാധിക്കാതിരിക്കില്ല. ഈ എൻവിറോൺമെന്റ് സയൻസിൽ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയാറ്. വളരെ വിദൂരത്തുള്ള ഒരു കാട്ടിൽ ഒരു പൂമ്പാറ്റ ഒരു ചിറകടിച്ചാൽ അതിന്റെ എഫക്റ്റ് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകും എന്നതാണ് ആ കാര്യം. അപ്പൊ ഇത് വളരെ പരസ്പര ബന്ധിതമാണ്. ഞാൻ മദ്യമോ മയക്കുമരുന്നോ ഉപയോഗിച്ചാൽ അത് എന്നെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, എൻ്റെ ഇണയെയും എൻ്റെ കുട്ടികളെയും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെയും ഒക്കെ ബാധിക്കുന്നത്. ഈ അബോർഷൻ റൈറ്റ് പലപ്പോഴും എപ്പോഴും അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആയിട്ട്, ഹോട്ട് ഡിബേറ്റുകളിൽ ഒന്നാണ്. ഇടയ്ക്ക് അത് നിരോധിക്കും, ഇടയ്ക്ക് ആലോചിച്ച് ചെയ്യും. ഒരു ഘട്ടത്തില് അബോർഷൻ അനുവദിച്ചു. ഒരു 15-20ഓളം വർഷം അബോർഷൻ അനുവദിച്ചപ്പോൾ അതിനെക്കുറിച്ച് നടന്നൊരു പഠനം പറയുന്നത് അവിടുത്തെ കുറ്റകൃത്യ നിരക്ക് കുറഞ്ഞു. ഇത് അബോർഷൻ അനുകൂലികൾ അവർക്ക് അനുകൂലമായ ഒരു ഡാറ്റയായിട്ട് പറയാറുള്ള കാര്യമാണ്. അത് അവർക്ക് അനുകൂലമായ ഡാറ്റ ആയിരിക്കാം.
പക്ഷെ അത് ലിബറലിസത്തിന്റെ ഈ ബേസിനെ ആ ഡാറ്റ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ തകർക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ മൈ ബോഡി ഇസ് മൈ ചോയ്സ്, ഇതാണ് ലിബറലിസത്തിന്റെ ഒരു അടിസ്ഥാനം. അപ്പൊ ഒരു സ്ത്രീ ഗർഭം ധരിക്കണോ ധരിക്കേണ്ടതില്ല, ഇനി ഗർഭം ധരിച്ചാൽ ആ ശിശുവിനെ, ഗർഭസ്ഥ ശിശുവിനെ വളർത്തണമോ വളർത്തേണ്ടതില്ല, നിലനിർത്തണമോ നിലനിർത്തേണ്ടതില്ലയോ എന്നത് അവരുടെ കാര്യമാണ്, അവരുടെ പേഴ്സണൽ കാര്യമാണ്. അതിൽ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല. മതമോ സമൂഹമോ ഭരണകൂടമോ ഒന്നും അതിൽ ഇടപെടരുത് എന്നതാണ്. പക്ഷേ ഇത് സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങളുടെ അളവ് കുറഞ്ഞത്? അബോർഷൻ അനുവദിച്ചപ്പോൾ എങ്ങനെയാണ് കുറ്റകൃത്യങ്ങളുടെ അളവ് കുറഞ്ഞത്? അത് അബോർഷൻ അനുവദിക്കാതിരിക്കുമ്പോൾ പിന്നെ അമ്മമാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗർഭധാരണം, ഒരു കുഞ്ഞിനെയും, അങ്ങനെ ഉണ്ടായ അവിചാരിതം ആക്സിഡന്റലി ഉണ്ടായ പ്രഗ്നൻസിയിലെ കുട്ടിയെയും വളർത്തേണ്ടി വരുന്നു. അപ്പോ അമ്മക്ക് അതിനെ ഇഷ്ടമില്ല. പലപ്പോഴും അത് അച്ഛനില്ലാത്ത കുട്ടിയായിരിക്കും. സമൂഹം അവരെ, ആ കുട്ടിയെ മോശക്കാരനായിട്ട് കാണും. അപ്പൊ ആ കുട്ടി സ്വാഭാവികമായിട്ടും ഒരു ആന്റി സോഷ്യലായി, ക്രിമിനലായിട്ട് വളരും. അപ്പോ ഇതാണ് അബോർഷൻ അനുവദിക്കണം എന്ന് പറയുന്നതിന്റെ ന്യായം. പക്ഷേ ഒരു സ്ത്രീയുടെ ഗർഭധാരണം എന്ന് പറയുന്നത് അവരെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. അത് എങ്ങനെയായാലും അത് സൊസൈറ്റിയെ കൂടി ബാധിക്കുന്ന കാര്യമാണ് എന്ന് അതിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇതിന് പറയും ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ പറ്റും. ഇനി ലിബറലിസം ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ഒന്ന്, ലിബറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാദം വ്യക്തിയുടെ ഓട്ടോണമസി പോലെ തന്നെ അതിനെ തുടർന്നുള്ള കാര്യമാണ്. വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് സംസ്കാരത്തിനും അതിന്റെ ഒരു അടിത്തറയുണ്ടാവും. ഇസ്ലാമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് അതിന്റെ ബേസ്. ലിബറലിസത്തിന്റെ ബേസ് വ്യക്തി സ്വാതന്ത്ര്യം, മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത എന്നവർ പറയുന്ന, അല്ലെങ്കിൽ അനുവദിക്കാവുന്നിടത്തോളമുള്ള പരമാവധി വ്യക്തി സ്വാതന്ത്ര്യം എന്നതാണ്. പക്ഷെ ഈ വ്യക്തി സ്വാതന്ത്ര്യവാദം കുടുംബത്തെ തകർക്കുന്നതാണ്, മനുഷ്യർക്കിടയിലുള്ള എല്ലാ കൂട്ടായ്മകളെയും തകർക്കുന്നതാണ്. അപ്പോ എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനം എന്നൊരു പുരുഷനും, അതാണ് ഏറ്റവും പ്രധാനം എന്നൊരു സ്ത്രീയും ഇങ്ങനെ കട്ടക്ക് അപ്പുറത്തും ഇപ്പുറം നിന്നാൽ അവരെ യോജിപ്പിച്ചൊരു കുടുംബം ഉണ്ടാക്കാൻ കഴിയില്ല. കുടുംബം ഉണ്ടാവുന്നത് രണ്ടു കൂട്ടരും അവരവരുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണ്. എല്ലാ പൊതുകാര്യങ്ങളും ഉണ്ടാവുന്നത് അങ്ങനെയാണ്. ഒരു പൊതു ഫണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഓരോരുത്തരുടെയും കയ്യിലുള്ള പണത്തെ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഒരു പൊതുകാര്യം ഉണ്ടാകുന്നത്, പൊതു ഫണ്ട് ഉണ്ടാവുന്നത്. ഒരു പൊതുവഴി ഉണ്ടാവുന്നത് പോലും അങ്ങനെയാണ്. രണ്ടു വശത്തുമുള്ള ആളുകൾ അതിന് ഭൂമി സാക്രിഫൈസ് ചെയ്യുന്നു, ആളുകൾ പണം നൽകുന്നു, അപ്പോഴാണ് പൊതുവഴി ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു വഴി ഉണ്ടാകുമ്പോൾ അതിന്റെ ബെനിഫിഷ്യേഴ്സിന് നേരത്തെ ഉള്ളതിനേക്കാൾ ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ അതിന് തന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തെ സാക്രിഫൈസ് ചെയ്യുക, തന്റെ വ്യക്തിപരമായ കാര്യത്തെ സാക്രിഫൈസ് ചെയ്യുക എന്നത് സംഭവിക്കുമ്പോൾ മാത്രമാണ് അത് ഉണ്ടാവുന്നത്. ഇതുകൊണ്ടാണ് ലിബറലിസം ശക്തമായ സ്ഥലങ്ങളിലെല്ലാം കുടുംബം തകരുന്നു. കുടുംബം മാത്രമല്ല, നൈബർഹുഡ്, അയൽപക്ക ബന്ധങ്ങൾ, ലോക്കൽ കമ്മ്യൂണിറ്റികൾ, ഇതെല്ലാം തകർന്നു പോകുന്നു. ഇപ്പൊ മൈത്രേയൻ കുറച്ചു മുമ്പ് അമേരിക്കയിൽ പോയിട്ട് അവിടുത്തെ ദുരനുഭവം, ഇതൊന്നും ആവശ്യമില്ല. മനുഷ്യൻ വേറൊരാൾ സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ സർക്കാരും അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ മാർക്കറ്റ് ചെയ്താൽ മതി എന്നതാണ് മൈത്രൻ ഉൾപ്പെടെ എല്ലാ ലിബറലുകളുടെയും വാദം. ഈ എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളും തകർന്നാൽ പിന്നെ ബാക്കിയാവുന്ന രണ്ട് സാധനമാണ്. ഒന്ന് ഗവൺമെന്റ് ആണ്, സ്റ്റേറ്റ് ആണ്, മറ്റൊന്ന് മാർക്കറ്റാണ്. അപ്പോ എല്ലാം അവർ നിർവഹിച്ചുകൊള്ളും എന്നാണ് അവരുടെ വാദം. പക്ഷേ സ്റ്റേറ്റിനും മാർക്കറ്റിനും മാത്രം നിർവഹിക്കാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിലുണ്ട്. സ്റ്റേറ്റും മാർക്കറ്റും പ്രധാനം തന്നെയാണ്, പക്ഷെ അതുകൊണ്ടെല്ലാം നിർവഹിക്കപ്പെടുകയില്ല. മൈത്രേയൻ അമേരിക്ക പോയിട്ട് പറഞ്ഞു, നമ്മൾ വിജനമായ സ്ഥലത്ത് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് കാറ് കേടായാൽ, എന്നിട്ട് നമ്മൾ സഹായം അഭ്യർത്ഥിച്ചിട്ട് ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ, അപരിചിതനായ ഒരാൾ വീട്ടിൽ കയറി ചെന്നാൽ അവർ വെടിവെക്കും. കാരണം അവരതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് അപരിചിതർ വീട്ടിൽ വരുന്നത് വീട് കൊള്ളയടിക്കാനാണെന്ന്. ടോക്കൺ ലൈസൻസ് ഉള്ള സ്ഥലവുമാണ്. കാരണം മനുഷ്യർ തമ്മിലുള്ള സ്വാഭാവിക ബന്ധം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല. ഇപ്പോ യൂറോപ്പ്, പിന്നെ ഏഷ്യയിലെ അമേരിക്ക എന്നറിയപ്പെടുന്ന രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിൽ സമൂഹം ഇപ്പൊ പലതരത്തിലുള്ള പേഴ്സൺ, ഡെമോഗ്രഫിക്കലായിട്ടുള്ള പുതിയ ആളുകൾ ഉണ്ടാവുന്നില്ല. ആളുകൾ കല്യാണം കഴിക്കാൻ സന്നദ്ധമാകുന്നില്ല. കല്യാണം കഴിക്കാൻ സന്നദ്ധമാകില്ല എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രവേശിക്കാനോ അതിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനോ കുട്ടികൾ ഉണ്ടാകാനോ ഒന്നും സന്നദ്ധമാകുന്നില്ല. വലിയൊരു ക്രൈസിസിലേക്ക് രാജ്യത്തെ കൊണ്ട് എത്തിക്കുകയാണ്. ഗവൺമെന്റ് ഒക്കെ അതിന് ഒരുപാട് പരിഹാര നടപടികളൊക്കെ മുന്നോട്ട് വെക്കുന്നു, പക്ഷെ വിജയിക്കുന്നില്ല. അതുപോലെ ജപ്പാൻകാർ യഥാർത്ഥത്തിൽ പല മൂല്യങ്ങളുമുള്ള ഒരു സമൂഹമാണ്. ഇപ്പൊ ഇക്കിഗായി എന്നൊക്കെ പറയുന്ന ജപ്പാൻകാരുടെ
വാല്യൂസ് ഈ സെൽഫ് ഹെൽപ്പിലൊക്കെ നമ്മൾ ധാരാളം കേട്ടതാണ്. ഒരു ജാപ്പനീസ് വാക്കാണ്. ജീവിതത്തിന് ലക്ഷ്യമുണ്ടായിരിക്കുക എന്താണ് അതിന്റെ അർത്ഥം നമുക്കറിയാം. എന്നാൽ ഇതേപോലെ ഇന്ന് വേറൊരു ജാപ്പാനീസ് പ്രയോഗവും സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട്. അത് കൊഡോകുഷി എന്നതാണ്. കൊഡോകുഷി എന്ന് പറയുന്നത് ജാപ്പാനീസ് പ്രയോഗമാണ്, പക്ഷെ അതിന്റെ അർത്ഥം പിന്നെ ഏകാന്ത മരണം എന്നതാണ്. ആളുകള്, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഒറ്റക്ക് താമസിച്ച് അങ്ങനെ ഏകാന്ത മരണം വരിക്കുകയാണ്. എന്നിട്ട് ആളുകൾ അറിയുന്നത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഒരാൾക്ക് ജീവിതാവസാന കാലത്ത് സ്റ്റേറ്റ് വന്നിട്ട് എന്തോ ചെയ്യും, മാർക്കറ്റ് ചെയ്യും എന്ന് പറയുന്നതിനൊക്കെ ഒരുപാട് പരിമിതിയുണ്ട്. അവിടെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുക ഒരു കുടുംബത്തിനാണ്, വിശാല കുടുംബത്തിനാണ്, അയൽപക്കത്തിനാണ്, ലോക്കൽ കമ്മ്യൂണിറ്റിക്കാണ്. പക്ഷെ എന്റെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഇത്തരം സംവിധാനങ്ങളെല്ലാം തകർന്നു പോകും എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. ഇതിന്റെ കോൺസിക്വൻസിൽ ഏറ്റവും അവസാനത്തത് ഇങ്ങനെ ഉള്ള ഇതിന്റെ തകർച്ച എന്ന് പറയുന്നത് ഇത് ആത്യന്തികമായി മനുഷ്യന്റെ സാമൂഹികതയെല്ലാം തകർക്കും. സാമൂഹികത തകർന്ന മനുഷ്യൻ തകരും. കാരണം മനുഷ്യനൊരു സാമൂഹിക ജീവിയായിട്ട് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ജീവിയാണ്. മറ്റ് ജീവികളെ അപേക്ഷിച്ച് മനുഷ്യൻ ശാരീരികമായി വളരെ ദുർബലനാണ്. എന്നിട്ട് മനുഷ്യൻ അതിജീവിക്കുന്നത് രണ്ട് കാരണത്താലാണ്. ഒന്ന് ബുദ്ധി, ഭാഷ. ഈ ഭാഷയിലൂടെ ഒരുപാട് മനുഷ്യരെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്നു. മനുഷ്യന്റെ കൂട്ടായ്മ എന്നതിലൂടെയാണ് ഈ സ്പീഷീസ് തന്നെ അതിജീവിക്കുന്നത്. അപ്പൊ ഈ സാമൂഹികത ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യനില്ലാതെ, നിങ്ങൾ ആലോചിച്ച്, കുടുംബം ഇല്ലാതായാൽ, കുടുംബം വേണ്ട എന്ന വാദം ശക്തിപ്പെട്ടാൽ, ഹലോ, കണ്ടിന്യൂ ചെയ്തോളൂ. അടുത്ത തലമുറയിൽ മനുഷ്യൻ ഉണ്ടാവുകയില്ല. ഇപ്പോ നാം ഒന്ന് നമുക്കൊന്ന്, അല്ലെ, 100 ആളുകളുള്ള ഒരു സ്ഥലത്ത് നാം ഒന്ന് നമുക്കൊന്ന് നടപ്പിലാക്കിയാൽ 50 ആണും 50 പെണ്ണും അവര് നടപ്പിലാക്കിയാൽ അടുത്ത തലമുറയിൽ 50 ആളാണ് ഉണ്ടാവുക. അവരിത് നടപ്പിലാക്കിയാൽ അടുത്ത തലമുറയിൽ 25 ആളാണ് ഉണ്ടാവുക. അവരിത് നടപ്പിലാക്കിയാൽ അടുത്ത തലമുറയിൽ 2.5 ആളാണ് ഉണ്ടാവുക. അപ്പോ ഈ ഇങ്ങനെയുള്ള വാദങ്ങളെല്ലാം മനുഷ്യനെ ഇല്ലാതാക്കുന്ന വാദങ്ങളാണ്. ഈ ലിബറലിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വാദമാണ് ട്രാൻസ്ജെൻഡറിസം, ഹോമോസെക്ഷുവാലിറ്റി മുതലായവ. മനുഷ്യന്റെ ലൈംഗികത ആണും ഓപ്പോസിറ്റ് സെക്സുകൾ തമ്മിൽ മാത്രമല്ല, സ്വലിംഗങ്ങൾ തമ്മിലുമാകാം. അത് ലെജിറ്റിമൈസ് ചെയ്യപ്പെടുകയും അത് നോർമലൈസ് ചെയ്യപ്പെടുകയും ചെയ്താൽ സ്വാഭാവികമായും പ്രത്യുൽപാദനം ഉണ്ടാവില്ല. പ്രത്യുൽപാദനം ഉണ്ടാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യനില്ലാതാവുക എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊന്ന്, മനുഷ്യന് ആണിന് പെണ്ണും പെണ്ണിന് ആണും ഒക്കെ ആകാമെങ്കിൽ മനുഷ്യൻ എന്തുകൊണ്ട് വേറൊന്നും ആയിക്കൂടാ? ആ ചിന്ത ഇന്ന് ലോകത്ത് ശക്തമായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ആത്യന്തികമായി മനുഷ്യനെ ഇല്ലാതാക്കുക എന്നതിലേക്കാണ് ഇത് ചെന്ന് പര്യവസാനിക്കുക. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം, കോൺസിക്വൻസ് എന്താണെന്ന്, പ്രത്യാഘാതം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ഇല്ലാതാക്കുന്ന, പണ്ട് മനുഷ്യനെ തിന്നുന്ന ജീവി, മനുഷ്യനെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ആശയമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം. അത് പരിക്കുണ്ടാക്കുന്നത് ഇസ്ലാമിനോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്കോ മാത്രമല്ല, മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സ്പീഷീസിന്, ആ എൻറ്റിറ്റിക്ക് തന്നെയാണ് ആത്യന്തികമായി ഇത് പരിക്കുണ്ടാക്കുക. അതിനെയാണ് ഇത് ഇല്ലാതാക്കുക. ഖുർആൻ പറയുന്നത്, ഇത് ഖാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മനുഷ്യനെ നാം ഭൂമിയിൽ അവന്റെ ഖലീഫയായിട്ട് നിശ്ചയിച്ചു. അപ്പൊ ഈ ഭൂമിയെ ഈ ലിബറൽ എക്കണോമിക്സ് ആദ്യം തകർത്തു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്, ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ ലിബറൽ എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് ആണ്. ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ പ്രകൃതി നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ല, മനുഷ്യന്റെ ഡിസയറുകൾ പാലിച്ചാൽ മതി എന്ന വാദമാണ് ഇതിനെ തകർത്തത്. മറ്റൊന്ന്, ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഈ ഖലീഫ മനുഷ്യൻ എന്നതിനെയും അത് തകർക്കുന്നു. മനുഷ്യാനന്തര ചിന്ത എന്നത്, പോസ്റ്റ് ഹ്യൂമനിസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോസ്റ്റ് ഹ്യൂമൻ ആർഗ്യുമെന്റുകൾ എന്ന് പറയുന്നത് ലിബറലിസത്തിന്റെ വളരെ സ്വാഭാവികമായ തുടർച്ചയായിട്ട് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒന്നാണ്. മറ്റു വിശദാംശങ്ങൾ ചർച്ചയിലൂടെ വികസിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും ബറകല്ലാഹു ഫീക്കും. ഇവിടുത്തെ രക്ഷിതാക്കളോട് എനിക്കൊന്നും കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മൾ വിചാരിക്കും ഇത് എത്രയോ അകലെയാണെന്നുള്ളത്. പക്ഷേ ഇന്ന് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളറിയാതെ കാണുന്ന കാർട്ടൂണുകളിൽ പോലും ഇത്തരം ആശയങ്ങൾ ധാരാളമായിട്ട് കടത്തിവിടാൻ മുതലാളിത്തം ശ്രമിക്കുന്നുണ്ട്. എല്ലാ സ്വാഭാവിക കാർട്ടൂണുകളിലും ഇന്ന് LGBTQ ആശയങ്ങൾ പോലുള്ളവ കടത്തിവിടുന്നുണ്ട്. അതിൻ്റെ ഇബ്ലീസിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് മനുഷ്യനെ വഴിതെറ്റിക്കാൻ. എല്ലാത്തിനെയും ബ്യൂട്ടിഫൈ ചെയ്യുക എന്നുള്ളത്, എല്ലാത്തിനെയും അലങ്കരിക്കുക എന്നുള്ളത്, എല്ലാ പാപങ്ങളെയും നല്ലതുപോലെയാണ് തോന്നിപ്പിക്കുക എന്നുള്ളത് ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഇബ്ലീസിന്റെ ഒരു പ്രധാന സ്ട്രാറ്റജിയാണ്. അതാണ് ഇവിടെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നുകയാണ് ഇതെല്ലാം നല്ലതാണ്. അപ്പോൾ ഇതിന്റെ വിഘാതങ്ങളെ കുറിച്ചാണ് മുഹമ്മദ് സാഹിബ് നമ്മോട് സംസാരിച്ചത്. അടുത്തതായിട്ട് ഇതിന് ലിബറലിസത്തിന്റെ ഈ സംഗതിയൊക്കെ വളരെ അലങ്കാരികമായിട്ട് അവർ പറയുമെങ്കിൽ കൂടിയിട്ട് ഇത് മൊത്തം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്.
ഈ വൈരുദ്ധ്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മളോട് ഡോക്ടർ സയൂബ് സംസാരിക്കുക ഇൻഷാ അള്ളാ. അതിനുശേഷം ഇസ്ലാം എന്ത് പറയുന്നു എന്ന് നമ്മളോട് GK സംസാരിക്കും. ഡോക്ടർ സയൂബ് അദ്ദേഹം ഫ്രാൻസിലെ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം അദ്ദേഹം നാട്ടിലാണുള്ളത്. ലിബറലിസത്തെ പലപ്പോഴും ആയുധമാക്കുന്ന ഒരു സാധനമാണ് സയൻസ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. സയൂബ് ക, നിങ്ങളുടെ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വമൻ വാല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലിബറലിസത്തിന്റെ ആശയ വൈരുദ്ധ്യങ്ങൾ എന്നുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മനുഷ്യന്മാർ പൊതുവെ നമ്മളൊരു കാര്യം നന്മയാണ്, ഒരു കാര്യം തിന്മയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഈ നന്മ എന്താണ് തിന്മ എന്താണ് എന്നുള്ളത് പലപ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ബോധ്യമാണ്. ഇന്നത് നന്മയാണ്, ഇന്നത് തിന്മയാണ് എന്നുള്ള ഒരു സംഗതി. ഈ ചില വിഷയങ്ങളിലൊക്കെ മനുഷ്യന്മാർ പൊതുവെ ഇത് നന്മയാണ് തിന്മയാണ് എന്നുള്ള വിഷയങ്ങൾ നമ്മൾ ഏറെക്കുറെ എല്ലാ മനുഷ്യർക്കും ഒരേ അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. ഉദാഹരണത്തിന് പിഞ്ചു കുഞ്ഞുങ്ങളോട് അക്രമം കാണിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കും, അതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ വേറെ ചില വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ മനുഷ്യർ വളരെ ഭിന്നിപ്പിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വ്യഭിചാരം അത് നന്മയാണോ തിന്മയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മനുഷ്യരും പല തട്ടിലായിരിക്കും. അതുപോലെ പലിശ അത് നന്മയാണോ തിന്മയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല മനുഷ്യരും അതിൽ അഭിപ്രായ വ്യത്യാസത്തിലായിരിക്കും. അപ്പൊ ഇവിടെയാണ് നമുക്ക് നന്മ എന്താണ്, യഥാർത്ഥത്തിൽ നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് നിശ്ചയിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഉള്ളിലുള്ള ഒരു ബോധ്യം മാത്രം പോരാ, അതിനൊരു അടിത്തറ വേണം, അതിനൊരു അടിസ്ഥാന മാനദണ്ഡം വേണം എന്ന് മനുഷ്യന് മനസ്സിലാവുന്നത്. അപ്പം ഈ ചോദ്യത്തിന് എന്താണ് അതിന്റെ അടിസ്ഥാന മാനദണ്ഡം, എന്താണ് ഒരു കാര്യം നന്മ ആക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു നന്മ നന്മയാവുന്നത്, എന്തുകൊണ്ടാണ് ഒരു തിന്മ തിന്മയാവുന്നത് എന്നുള്ള ചോദ്യത്തിന് പല വിധത്തിലുള്ള ഉത്തരങ്ങൾ അതിന് മനുഷ്യരാശി നൽകപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ചോദ്യത്തിന്റെ ഉത്തരം വളരെ കൃത്യമാണ്, വ്യക്തമാണ്. പ്രപഞ്ചം അഖിലം സൃഷ്ടിച്ച, എല്ലാത്തിനെ കുറിച്ചും അറിവുള്ള, പ്രാപഞ്ചിക നിയമങ്ങൾ സംവിധാനിച്ച അള്ളാഹു എന്താണോ നന്മയാക്കി നിശ്ചയിച്ചത് അതാണ് നന്മ. അള്ളാഹു എന്താണോ തിന്മയാക്കി നിശ്ചയിച്ചത് അതാണ് തിന്മ. എന്നാൽ ചില മനുഷ്യർ ഈ ഒരു ചോദ്യത്തിന് നൽകുന്ന ഉത്തരം മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഒരാൾക്കുണ്ട്, അത് മറ്റൊരാൾക്ക് ഉപദ്രവമില്ലെങ്കിൽ എന്തും നന്മയാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു കാഴ്ചപ്പാടിനെയാണ് നമ്മൾ പൊതുവെ ലിബറലിസം എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത എന്തും ചെയ്യാം എന്നുള്ളൊരു സംഗതിയാണ് ലിബറലിസം എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്നത്. നമ്മൾ നേരത്തെ സംസാരത്തിൽ പിന്നെ മുഹമ്മദ് സാഹിബ് പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അവിടെ ഉപദ്രവം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹാം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഹാം എന്നുള്ളത് ഒരു ചർച്ചാ വിഷയം വരും അല്ലെ. മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാത്തതെല്ലാം നന്മയാണ് എന്ന് ലിബറലിസ്റ്റുകൾ പറയുമ്പോൾ എന്താണ് ഹാം എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു കാര്യത്തിന് അതിന്റെ ഹാം നിശ്ചയിക്കുമ്പോൾ പല തട്ടുകളിൽ അതിന്റെ ഹാം മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഒരു കാര്യത്തിന് അവനവന് തന്നെ ഹാം ഉള്ള ഒരു കാര്യം ഉണ്ടായിരിക്കാം, അവന് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പെട്ടെന്ന് തന്നെ അത് ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാൾ ഒരു ബ്ലേഡ് എടുത്ത് സ്വന്തം ശരീരത്തിൽ കീറി കഴിഞ്ഞാൽ അവിടെ വേദനിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിസിക്കലായിട്ട് അവന് തന്നെ ഹാം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നേരെ മറിച്ച് ചില കാര്യങ്ങൾ പൊട്ടൻഷ്യൽ ഹാം ആയിരിക്കാം, അതായത് ഉടനടി ഹാം ഉണ്ടായിക്കോളാൻ നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഞാൻ ഇന്ന് എനിക്ക് അടുത്ത ആഴ്ച ഒരു എക്സാം ഉണ്ട്, ഞാൻ ഇന്ന് പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എക്സാമിനെ ബാധിച്ചേക്കാം, ബാധിക്കാതിരുന്നേക്കാം. അവിടെ പൊട്ടൻഷ്യൽ ഹാമാണ്, ഉറപ്പില്ല. അതായത് ഞാൻ ഈ ആഴ്ച ഫുള്ള് പഠിക്കില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹാം ഉണ്ടാവും. പക്ഷെ ഇന്ന് ഈ ഒരു സമയം പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു പൊട്ടൻഷ്യൽ ഹാം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ ഇത് സ്വന്തത്തിന്. ഇനി നേരെ മറിച്ച് അപ്പുറത്തുള്ള ആൾക്ക്, ചുറ്റുപാടുള്ള ആളുകൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാം ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് മൂന്നാമത്തെ ഒരു ഹാമിൽ അപ്പുറത്തുള്ള ആൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാം ഉണ്ടാകുന്ന വിഷയം. ഇനി നാലാമതൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഇമ്മീഡിയറ്റ് ഹാം. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പായിട്ടും ഹാം ഉണ്ടാവില്ല, പക്ഷെ ഹാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് പൊട്ടൻഷ്യൽ ഹാം. ഇനി അഞ്ചാമതൊരു കാറ്റഗറി നമുക്ക് എണ്ണാൻ പറ്റിയെങ്കിൽ അത് ഒരു സൈക്കോളജിക്കൽ ഹാം ആയിരിക്കും, അതായത് മാനസികമായിട്ടുള്ള പ്രയാസം സൃഷ്ടിക്കുന്ന, അത് നമ്മുടെ കർമ്മത്തിന് ഒരുപക്ഷെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ സൃഷ്ടിച്ചേക്കാം. പിന്നെ അതേപോലെ മറ്റൊന്നുള്ളത് ഒരു സാമൂഹികമായിട്ടുള്ള ലോങ് ടേം, ദീർഘകാല അടിസ്ഥാനത്തിൽ സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അതായത് നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് സമൂഹത്തിന് ദീർഘകാല അടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായേക്കാം. ഇനി മറ്റൊന്ന് ആ വ്യക്തിക്ക് തന്നെ ലോങ് ടേം ആയിട്ട്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വ്യക്തിക്ക് അപ്പം ഹാം ഉണ്ടാവില്ല, പക്ഷെ ലോങ് ടേമിൽ എന്തായാലും ഹാം ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. പിന്നെ മറ്റൊരു കാറ്റഗറി നമുക്ക് പറയാൻ പറ്റുക, ഇതേ രീതിയിൽ ലോങ് ടേം ആയിട്ട് സമൂഹത്തിന്
ഹാം ഉണ്ടാക്കാൻ സാധ്യതയുള്ള, അതായത് സമൂഹത്തിന് സൈക്കോളജിക്കൽ മാനസികമായിട്ട് സമൂഹത്തിന് ഹാം ഉണ്ടാക്കാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ നമ്മളൊരു 8 കാര്യങ്ങളാണ്, അതായത് 8 ടൈപ്പ്, അതായത് ഹാം എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ അതിൽ 8 തരത്തിലുള്ള ഹാമുകൾ, 8 തലത്തിലുള്ള ഹാമുകൾ ഉണ്ടായേക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ ഇതിൽ ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ലിബറൽ ലോകവീക്ഷണം പലപ്പോഴും ഇതിൽ ഒരൊറ്റ ഹാമിനെയാണ് അവർ പലപ്പോഴും പരിഗണിക്കാറുള്ളത്. അതായത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫിസിക്കലി, ശാരീരികമായിട്ട് മറ്റൊരാൾക്ക് ഹാം ഉണ്ടോ, അയാൾക്ക് ഉപദ്രവം ഉണ്ടോ, ഈ ഒരു ഘടകം മാത്രമാണ് പലപ്പോഴും ലിബറൽ കാഴ്ചപ്പാടുള്ള ആളുകൾ പരിഗണിക്കാറുള്ളത്. അതിലപ്പുറം സൈക്കോളജിക്കലായിട്ട് മാനസികമായിട്ടുള്ള പ്രയാസം, ഒരു പരിധിവരെ മാനസികമായ പ്രയാസങ്ങൾ ചില വിഷയത്തിൽ അവർ പരിഗണിക്കാറുണ്ട്. പക്ഷെ ഈ ഫിസിക്കൽ ആയിട്ട് ഹാം ഉണ്ടാവുന്നത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അത് പരിഗണിക്കാറുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ഇതില് നമുക്കൊരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കി കഴിഞ്ഞാൽ, നമുക്കൊരു മദ്യപാനത്തിന്റെ ഉദാഹരണം എടുക്കാം. ഉദാഹരണത്തിന് ഇസ്ലാമിൽ മദ്യപാനം ഹറാമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ലിബറൽ കാഴ്ചപ്പാടുള്ള ഒരാളോട് പറയാണ് നിങ്ങൾ മദ്യപിക്കരുത് എന്നോ, മദ്യപാനം തെറ്റാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ചോദിക്കും, ഒരാള് ഒരല്പം കുടിച്ചു എന്ന് കരുതി മറ്റൊരാൾക്കും ഉപദ്രവം ഇല്ലല്ലോ എന്ന് ചോദിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ഈ മദ്യപാനത്തിന്റെ ഉപദ്രവം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വ്യക്തിക്ക് ഹാം ഉണ്ടാവുമോ? ഒന്നാമത്തെ ആ ഒരു കാറ്റഗറി ഉണ്ടാവും. തീർച്ചയായിട്ടും അയാളുടെ സ്വഭാവം നഷ്ടപ്പെടുന്നു. അത് തന്നെ ഇസ്ലാമൊക്കെ ഏറ്റവും വലിയ ഹാമായിട്ടാണ് കണ്ട് സ്വഭാവം നഷ്ടപ്പെടുക എന്നുള്ളത്. എനിവേ അത് ഒരു ഹാം തന്നെയാണ്, അയാൾക്ക് ഉണ്ടാകുന്ന ഒരു ഉപദ്രവം തന്നെയാണ് ഒന്നാമത്. ഇനി പിന്നെ ആ വ്യക്തിക്ക് തന്നെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഹാം ഉണ്ടാവാനുള്ള സാധ്യത എന്നുള്ള അർത്ഥത്തിലുള്ള വല്ല ഉപദ്രവവും ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ എവിടെയും പോയി ചാടാൻ സാധ്യതയുണ്ട്, വണ്ടി ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അത്തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റൊരാൾക്ക് ഹാം ഉണ്ടാവുമോ ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റൊരാൾക്ക് ഹാം ഉണ്ടാവോ, ഉപദ്രവം ഉണ്ടാവുമോ എന്നുള്ളൊരു ചോദ്യം മൂന്നാമത്. അപ്പൊ അവിടെ മദ്യപാനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ഓക്കെ നമുക്കറിയാം, മദ്യപാനം, ഒരാൾ മദ്യപിച്ചു എന്ന് വിചാരിച്ച് ആകാശം ഇടിഞ്ഞു വീഴില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാല് ഉടനെ തന്നെ പൊട്ടി പിളരില്ല എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ഇന്ന കാര്യം ചെയ്താൽ, ഞാൻ മദ്യപിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും ഉപദ്രവം ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാറ്റഗറിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇനി നാലാമത്തെ കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഹാം അല്ലെ. ഇപ്പോൾ തീർച്ചയായിട്ടും മദ്യപാനം അത് പൊതുജനങ്ങൾക്ക് ഭീഷണിയാവാം, പൊതുജനങ്ങൾക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, മദ്യപാനികൾ കാരണം പൊതുജനങ്ങൾക്ക് ശല്യം ഉണ്ടാവാം, അങ്ങനെ ഉള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഉപദ്രവങ്ങളുണ്ട്, അവിടെ സാധ്യതകളുണ്ട്, ഒരുപാട് സാധ്യതകൾ. അതേപോലെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായേക്കാം. ഒരാൾ മദ്യപിച്ചാൽ മറ്റൊരാൾക്ക്, ഉദാഹരണത്തിന് കുടുംബത്തിന്, പിന്നെ മാതാപിതാക്കൾക്ക് അത് മാനസികമായിട്ട് പ്രയാസങ്ങൾ ഉണ്ടാവാം. പിന്നെ അതേപോലെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സോഷ്യൽ ഹാം, സാമൂഹികമായിട്ടുള്ള ബുദ്ധിമുട്ട്. തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൽ മദ്യപാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂട്ടും, കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണമാകും. ഈ അർത്ഥത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതിനുണ്ട് സാമൂഹികമായിട്ട്. ഇനി ഇൻഡിവിജ്വൽ, ആ ഒരു കഴിക്കുന്ന ആൾക്ക് സ്വന്തം നിലക്ക് ലോങ് ടേം ആയിട്ടുള്ള ഹാം ഉണ്ടാവുമോ, ഉപദ്രവം ഉണ്ടാവുമോ മദ്യപിച്ചു കഴിഞ്ഞാൽ? തീർച്ചയായിട്ടും ഉണ്ടാവും. നമുക്കറിയാം അത് പിന്നെ പലവിധ അസുഖങ്ങൾക്കും പിന്നെ പലവിധ കരൾ രോഗങ്ങൾക്ക്, പലവിധ രോഗങ്ങൾക്കൊക്കെ കാരണമാവും എന്ന് നമുക്കറിയാം. ആ ഒരു ഇൻഡിവിജ്വലിന് ലോങ് ടേം ആയിട്ടുള്ള ഹാം ഉണ്ടാവുമോ എന്നുള്ള ചോദ്യം. ഇനി മറ്റൊന്ന്, പിന്നെ ലോങ് ടേം ആയിട്ട് സൈക്കോളജിക്കലി, അതായത് മാനസികമായിട്ട് സമൂഹത്തിന് അതുകൊണ്ട് ലോങ് ടേം എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ? തീർച്ചയായിട്ടും അത് ഡിപ്രഷൻ കൂട്ടുന്നുണ്ട്. അതേപോലെ ഈ മദ്യപാനികളായ ആളുകളുടെ കുട്ടികൾക്ക് മദ്യപാനം കൊണ്ട്, പാരന്റ്സിന്റെ മദ്യപാനം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, അവരുടെ വളർച്ചയിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഒരു 8 കാറ്റഗറി ആയിട്ട് നമുക്ക് ഈ ഹാമിനെ, അതായത് ഒരു വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടുള്ള ഉപദ്രവം എന്നുള്ളതിനെ 8 കാറ്റഗറി ആയി തിരിച്ചു കഴിഞ്ഞാൽ അതിലൊരൊറ്റ കാറ്റഗറി മാത്രമാണ് മറ്റൊരാൾക്ക് നേർക്ക് നേരെ ഉടനടി ഉണ്ടാകുന്ന ഭൗതികമായിട്ടുള്ള ഒരു ഹാം, ഒരു ഉപദ്രവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പലപ്പോഴും ഇതൊരു ഉദാഹരണം മാത്രമാണ്. നമ്മൾ ഈ മദ്യപാനം എന്നുള്ള വിഷയത്തിന്റെ ഒരു ഉദാഹരണം മാത്രമായി എടുത്തുകൊണ്ട് അതിന്റെ 8 തലത്തിലുള്ള ഹാം, 8 തലത്തിലുള്ള ഉപദ്രവങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ അവിടെ അതിൽ ഒരൊറ്റ ഉപദ്രവം മാത്രം, അല്ലെങ്കിൽ ഏറിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു ഒന്നോ രണ്ടോ ഉപദ്രവങ്ങൾ മാത്രമാണ് ഈ ലിബറൽ വീക്ഷണം പുലർത്തുന്ന ആളുകൾ പലപ്പോഴും മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത എന്തും എനിക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ അവർ ഇത് മാത്രമാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള ഹാം, ബാക്കിയുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ അത് പലപ്പോഴും അവർ അത്രക്ക് അങ്ങോട്ട് കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞ രീതിയിൽ മദ്യപാനത്തിന്റെ ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. ഇപ്പൊ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാം ഒറ്റയടിക്ക് മദ്യപാനം ഹറാമാക്കി. അപ്പൊ നമ്മൾ ഈ 8 തലത്തിലായിട്ട്
അതായത് വ്യക്തിക്ക് ആ കഴിക്കുന്ന വ്യക്തിക്കുള്ള പ്രശ്നങ്ങൾ, സമൂഹത്തിനുണ്ടാകുന്ന ദോഷങ്ങൾ, സമൂഹത്തിന് ദീർഘകാലാടിസ്ഥാനത്തിലുണ്ടാകുന്ന ദോഷങ്ങൾ, ദീർഘകാലാടിസ്ഥാനത്തിൽ മാനസികമായിട്ട് സമൂഹം അനുഭവിക്കുന്ന വിഷയങ്ങൾ, പിന്നെ അതിലൂടെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ, അതുവഴി സെക്കൻഡറി ആയിട്ട് സമൂഹത്തിന് ഉണ്ടാകുന്ന വിഷയങ്ങൾ, അങ്ങനെ ഒരുപാട് വിഷയത്തെ ഒറ്റയടിക്ക് അതിൽ നിന്നൊക്കെ മുസ്ലിം സമൂഹത്തെ ഇസ്ലാം രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ലിബറൽ കാഴ്ചപ്പാടിൽ വരുമ്പോൾ അവർ ഈ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആ ഒരു ഹാമിനെ മാത്രമാണ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലിബറലിസം യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഒരു പെട്ടെന്നുണ്ടാവുന്ന ചില ചോദനകൾ ഉണ്ടാവുമല്ലോ, ഡിസയർ എന്ന് നമ്മൾ പറയുന്ന ഡിസയർസ്, ആ ഡിസയർസിനാണ് ലിബറലിസം മുൻതൂക്കം കൊടുക്കുന്നത്. അത് എങ്ങനെയെങ്കിലും നടപ്പാക്കി കൊടുക്കാം. അപ്പൊ അതിന് പറ്റിയ രീതിയിൽ ഈ ഹാം എന്നുള്ള ഹാമിനെ കുറിച്ച് പറയുമ്പോൾ പോലും, ഹാമിനെ ഡിഫൈൻ ചെയ്യുന്നത് പോലും മനുഷ്യന്റെ പെട്ടെന്നുള്ള ചോദനകൾ നടപ്പാക്കി കൊടുക്കാൻ പറ്റിയ കാര്യങ്ങൾ പരമാവധി അത് മാക്സിമം നടപ്പാക്കി കൊടുക്കുക എന്നതിന് ഉതകുന്ന രീതിയിലാണ് അവർ ഈ ഹാം എന്താണ്, അതായത് മനുഷ്യന് ഉപദ്രവം ഉണ്ടാവാത്തത് എനിക്ക് ചെയ്യാം എന്ന് പറയുമ്പോൾ ആ ഉപദ്രവം എന്നതിനെ പോലും അവർ മനസ്സിലാക്കുന്നത് മനുഷ്യന്റെ ആ ഒരു ഡിസയർസിനെ, മനുഷ്യന്റെ ആ ഒരു ചോദനകളെ, മൃഗചോദനകൾക്ക് പരമാവധി സ്പേസ് ഒരുക്കി കൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ഈ വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ലിബറലിസത്തിന്റെ ഒരു അടിസ്ഥാനം തന്നെ പറയുന്നത് തീർച്ചയായിട്ടും ഹാം ഇല്ലാത്ത എന്തും ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ ആ ഹാം ഡിഫൈൻ ചെയ്യുന്നതിൽ പോലും ഒരുപാട് തലങ്ങൾ ആ ഹാമിന്റെ, അതായത് ആ വ്യക്തിക്കോ സമൂഹത്തിനൊക്കെ ഉണ്ടാകുന്ന ദോഷത്തിന്റെ, ഉപദ്രവത്തിന്റെ ഒരുപാട് തലങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിൽ ഒന്ന് മാത്രം തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവിടെ നമ്മളൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും ഈ അർത്ഥത്തിലുള്ള ഒരു ആശയം, ഈ രീതിയിലുള്ള ഒരു ലിബറൽ കാഴ്ചപ്പാട് നമുക്ക് സമൂഹത്തെ ആകെ അത് ഗ്രസിച്ചു കഴിഞ്ഞൊരു സംഗതിയാണ്. അതായത് ഇസ്ലാം അല്ലാത്ത ഏറെക്കുറെ എല്ലാ മതങ്ങളും എല്ലാ ആശയങ്ങളും ലിബറലിസത്തിന് കീഴടങ്ങി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കമ്മ്യൂണിസത്തെ എടുത്തു നോക്കി കഴിഞ്ഞാൽ, കമ്മ്യൂണിസം യഥാർത്ഥത്തിൽ ലിബറലിസത്തിന്റെ നേർ വിപരീതം നിൽക്കുന്ന ഒരു ആശയമാണ്. എന്നാൽ ഇന്ന് ലിബറലിസവും കമ്മ്യൂണിസവും ഒരു പര്യായം പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മൾ ആ ഒരു സംഗതി വളർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു മാറ്റം നമുക്ക് ദൃശ്യമാണ്, ഒരു ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ എനിവേ, അപ്പൊ ഇത്രയും വ്യാപകമായതുകൊണ്ട് തന്നെ പല ആളുകളും ഇതൊരു സത്യമാണ്, അതായത് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വതവേ അറിയുന്ന ഒരു സത്യമാണ്, ഒരു ആത്യന്തിക സത്യമാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒന്നും കൂട്ടിയാൽ രണ്ടാണ് എന്നതുപോലെ എല്ലാവർക്കും അറിയുന്ന ഒരു സത്യമല്ലേ ഇത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. ഇത് യഥാർത്ഥത്തിൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ നന്മത്തിന്മകളെ കുറിച്ച് ഭരണകൂടം എത്രമാത്രം ഇടപെടണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമാണ്. പലവിധ കാഴ്ചപ്പാടുകളിൽ പെട്ട ഒരു കാഴ്ചപ്പാട് മാത്രമാണ്, ഒരു വിശ്വാസം മാത്രമാണ്. അത് സമൂഹത്തിൽ പ്രബലമായ ഒരു വിശ്വാസം ആണ് എന്നതുകൊണ്ട് അത് സത്യമാവുന്നില്ല, അല്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയുന്ന ഒരു സംഗതി ആണ് എന്ന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇസ്ലാമിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ രീതിയിലുള്ള ഒരു ഇസ്ലാമിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടച്ച റബ്ബ് പറഞ്ഞത് അനുസരിക്കുക, പ്രപഞ്ചത്തെ കുറിച്ച് സൃഷ്ടിച്ച, പ്രപഞ്ചത്തിന് ഭൗതിക നിയമങ്ങൾ സൃഷ്ടിച്ച, പ്രപഞ്ചത്തിന് അതിന്റെ സംവിധാനം ഉണ്ടാക്കിയ ആ റബ്ബ് പറഞ്ഞത് നമ്മൾ അനുസരിക്കുക. റബ്ബിനാണ് പ്രപഞ്ചത്തിന് ഭൗതിക നിയമങ്ങൾ ഉണ്ടാക്കിയ അതേ റബ്ബാണ് നമുക്ക് ധാർമ്മിക നിയമങ്ങളും പറഞ്ഞു തരുന്നത് എന്നതുകൊണ്ട് തന്നെ അതാണ്, അല്ലെങ്കിൽ ഭൗതിക നിയമങ്ങൾ ഉണ്ടാക്കിയ അതേ റബ്ബിനാണ് ധാർമ്മിക നിയമങ്ങൾ പറയാനുമുള്ള അധികാരം എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അത് വകവെച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ പോലും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ ഉപദ്രവം, മറ്റൊരാൾക്കും ഉപദ്രവം ഇല്ലാതിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു സംഗതിയിൽ നമ്മൾ ആ ഉപദ്രവം സമഗ്രമായി പരിഗണിച്ചാൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യങ്ങളിലാണ് നമുക്ക് ഉപദ്രവം തീരെ ഇല്ലാത്തത് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് മറ്റൊരാൾക്ക് ഉപദ്രവം ഇല്ലാത്ത എല്ലാം എനിക്ക് ഓക്കെയാണ് എന്ന് ലിബറൽ ആയ ഒരാൾ പറയുമ്പോൾ പോലും അയാൾ ചെയ്യുന്നതിൽ ഒരുപാട് തലങ്ങളിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ട്. മറ്റൊരാൾക്കും അയാൾക്ക് തന്നെയും ഒരുപാട് തലങ്ങളിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ട്. നമ്മൾ 5-8ഓളം കാറ്റഗറി നമ്മൾ പറഞ്ഞു. ആ കാറ്റഗറിയിലൊക്കെ പെടുന്ന ഉപദ്രവങ്ങൾ അയാൾക്കും സമൂഹത്തിനും അത് വരുന്നുണ്ട്. പക്ഷെ അയാൾ അതിൽ ഒന്ന് മാത്രമാണ് അവിടെ ഉപദ്രവം എന്ന പറയുമ്പോൾ പോലും ഒന്ന് മാത്രമാണ് അവിടെ പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അതിന്റെ അടിസ്ഥാനം പടച്ച റബ്ബ് പറഞ്ഞ അനുസരിക്കുക എന്നുള്ളതാണ്. ഉപദ്രവം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ അതല്ല അതിന്റെ അടിസ്ഥാനമായിട്ട് നമ്മൾ നോക്കുന്നത്. എന്നാൽ പടച്ച റബ്ബ് പറഞ്ഞത് അനുസരിക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടുന്നു. അതായത് പല നിരക്കുള്ള സമൂഹത്തിനും വ്യക്തിക്കും ഒക്കെയുള്ള ഒരുപാട് ഉപദ്രവങ്ങൾ അതിലൂടെ നമുക്ക് ഒഴിവായി കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലിസം മനുഷ്യന്റെ ആ ഒരു നൈമിഷികമായിട്ടുള്ള ചോദനകളെ അനിയന്ത്രിതമായിട്ട് അനുവദിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വരുന്നൊരു പ്രശ്നം അതാണ്. കാരണം ഇൻഡിവിജ്വൽ ഫ്രീഡം എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് മനസ്സിൽ വരുന്നത് എന്താണ്? എന്ത് ചെയ്യാനുള്ള ഫ്രീഡം ആണ്?
ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ മനസ്സിൽ വരുന്ന ചോദനകൾ എന്താണോ അത് ചെയ്യാനാണ്. കാരണം മനുഷ്യർ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പെട്ടെന്ന് തോന്നുന്ന ചോദന എന്താണ്? എനിക്ക് വിശക്കുന്നു. അപ്പൊ ആ വിശക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമൂഹത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒന്നല്ല ചിന്തിക്കുക, നമ്മൾ ആ വിശപ്പിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുക. അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഭക്ഷണം കാണുന്നു, അപ്പൊ ആ ടേസ്റ്റിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പരമപ്രാധാന്യം കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള നമ്മുടെ ഒരു ചോദനകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും അതല്ലാത്ത രീതിയിലുള്ള ഉപദ്രവങ്ങൾ തന്നെയും പരിഗണിക്കപ്പെടാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ അർത്ഥത്തിൽ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ചെയ്യാം എന്നതിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ, എന്തും ചെയ്യാമല്ലോ എന്ന് പറയുമ്പോൾ പോലും അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും ഒരുപാട് തലത്തിൽ, പല തലത്തിൽ അത് സമൂഹത്തിനും വ്യക്തിക്കും, അത് ചെയ്യുന്ന വ്യക്തിക്കും മറ്റുള്ളവർക്കും ഉപദ്രവങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു തന്നത്. അതിനൊരു ഉദാഹരണമായിട്ട് നമ്മൾ മദ്യപാനം പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതൊരു വിഷയത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാലും മദ്യപാനം അല്ലാത്ത അല്ലെങ്കിൽ വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പം വസ്ത്രം, അതേപോലെ ആൺപെൺ ഇടപഴകൽ, അതുപോലെ ഒരുപാട് വിഷയങ്ങൾ, ഇതിലൊക്കെയും നമുക്ക് സമാനമായ രീതിയിൽ നമുക്ക് ആ ഒരു ആർഗ്യുമെന്റ്, അവരെ ഉന്നയിക്കുന്ന ആർഗ്യുമെന്റിന്റെ പാറ്റേണും അതിന് ബദലായിട്ട് നമ്മുടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ഒരു ബദലിന്റെ ആ ഒരു മെച്ചങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കും. ഈ ഒരു രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ളതാണ്. ഇനി മറ്റൊരു സംഗതി, മറ്റൊരു വൈരുദ്ധ്യം നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ പലപ്പോഴും അനുഭവിക്കാറുള്ള ഒരു വൈരുദ്ധ്യമാണ് ഈ മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത എന്തും അനുവദിക്കാം എന്ന് ലിബറൽ കാഴ്ചപ്പാടുള്ള ആളുകൾ പറയുമ്പോൾ പോലും അവർ ഒരുപാട് വിഷയങ്ങൾ അതിനെ നിർബന്ധിച്ച് ഇല്ലാതാക്കുന്നുണ്ട്. അതായത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിഷയങ്ങൾ പോലും അതിനെ ഒന്നെങ്കിൽ നിരോധിക്കുന്നു, അത്തരത്തിലുള്ള രാഷ്ട്ര നേതൃത്വത്തിലെത്തുമ്പോൾ അവർ നിരോധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ പിന്നെ സാമൂഹികമായിട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഹിജാബ്. ഇപ്പോൾ പല സ്ഥലത്തും ഹിജാബ് അവർ നിരോധിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ ഇന്ത്യയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കോളേജിൽ നിരോധിക്കുന്നു, അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അതിനെ എതിർക്കാൻ ശ്രമിക്കുന്നു, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഹിജാബ് ഒരു സ്ത്രീ ധരിക്കുന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ നിക്കാബ് ഒക്കെ ഒരു സ്ത്രീ, ഇസ്ലാമികമായിട്ടുള്ള ഏത് അർത്ഥത്തിലുള്ള വേഷമായാലും അതൊരു സ്ത്രീ ധരിക്കുന്നു എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾക്കും ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് മറ്റൊരാൾക്ക് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ പിന്നെ അത് നിരോധിക്കാൻ വേണ്ടി അവർ കൊണ്ടുവരുന്ന വാദങ്ങളിൽ അവർ വിദൂര സാധ്യതകളിലുള്ള വിദൂര സാധ്യതയുള്ള ഒരു കാര്യം പോലും ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടായിട്ടൊക്കെ അവതരിപ്പിക്കും. അതായത് പക്ഷെ ഇതേ പാറ്റേൺ നമുക്ക് മദ്യപാനത്തിന്റെ കാര്യം പറയുമ്പോൾ അവർ ചെയ്യില്ല. മദ്യപാനത്തിന്റെ കാര്യം പറയുമ്പോൾ പിന്നെ ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനടി ആകാശം പൊളിഞ്ഞു വീഴുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് ഓക്കെയാണ്. ആകാശം പൊളിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുക. എന്നാൽ ഈ ഹിജാബിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഹിജാബ് ധരിച്ചത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുന്നില്ല എന്ന് അവർക്കറിയാമെങ്കിലും അത് അനുവദിക്കില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതും ഒരു ഉദാഹരണമായിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അവിടെ അവർ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ നിർബന്ധിച്ച് ഇല്ലാതാക്കുന്നു. അതായത് ഒരേ സമയം ലിബറൽ ആശയം മറ്റൊരാൾക്ക് ദോഷമില്ലാത്ത എല്ലാം അനുവദിക്കാം എന്നായിരിക്കെ തന്നെ ലിബറലിസം അത് പലപ്പോഴും സ്വന്തം പ്രിൻസിപ്പളിന് തന്നെ എതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത് ഇവിടെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് ലിബറലിസത്തിൽ ഇപ്പോൾ ഏതാശയക്കാരായാലും അതിൽ ചില കാപട്യമുള്ള ആളുകളുണ്ടാവും, ചില ചീത്ത ആളുകളുണ്ടാവും. അപ്പൊ ചീത്ത ലിബറലുകൾ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് ഇത് എന്ന് നമുക്ക് ഒരു പക്ഷെ തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ അല്ല എന്നുള്ളതാണ്. അതായത് ലിബറൽ ആയ ഒരാൾക്ക് കാപട്യം കാണിക്കുന്ന ഒരു ലിബറൽ ആയതുകൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല ഇത്. അതായത് ലിബറലിസത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അതിന്റെ ഇൻഹറന്റ് ആയ രീതിയിൽ തന്നെ ന്യായീകരിക്കപ്പെടുന്ന ഒരു ആശയമാണ് ഇത് എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ലിബറലിസത്തിന്റെ തന്നെ ഒരു ഫോർഫാദർ ആയിട്ടുള്ള, അതിന്റെ ഒരു അഗ്രഗണ്യനായിട്ടുള്ള, അതിന്റെ ഒരു മുൻഗാമിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ജോൺ സ്റ്റുവാർട്ട് മില്ല്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ കൺസിഡറേഷൻസ് ഓൺ റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റ് എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: ഡെസ്പോട്ടിസം ഈസ് എ ലെജിറ്റിമേറ്റ് മോഡ് ഓഫ് ഗവൺമെന്റ് ഇൻ ഡീലിംഗ് വിത്ത് ബാർബേറിയൻസ് പ്രൊവൈഡഡ് ദ എൻഡ് ബി ദെയർ ഇംപ്രൂവ്മെന്റ് ആൻഡ് ദ മീൻസ് ജസ്റ്റിഫൈഡ് ബൈ ആക്ച്വലി എഫക്റ്റിംഗ് ദ എൻഡ്. അതായത് പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളെ, ബാർബേറിയൻസ് ആയിട്ടുള്ള ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ സ്വേച്ഛാധിപത്യം ഓക്കെയാണ്, അത് ഉചിതമായിട്ടുള്ള ഒരു ഭരണരീതിയാണ്. ലക്ഷ്യം അവരുടെ പുരോഗതിയാവണം. അതേപോലെ ആ ഒരു ലക്ഷ്യം ഈ ഒരു മാർഗത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുന്ന ഒരു പുസ്തകത്തിൽ. അപ്പൊ അദ്ദേഹം ഈ 1806 മുതൽ 1873 വരെ ജീവിച്ച ആളാണ്. അദ്ദേഹം ലിബറലിസത്തിന്റെ ഒക്കെ ഒരു ഫോർഫാദർ ആയിട്ട് അറിയപ്പെടുന്ന ആളാണ്.
അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പ്രാകൃതരെ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഫോഴ്സ് പ്രയോഗിക്കാം, അതിൽ തെറ്റില്ല എന്നുള്ളതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ബ്രിട്ടീഷ് കൊളോണിയലിസം, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ ന്യായീകരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് പറയുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ തുടക്കം തൊട്ടേ ലിബറലിസത്തിന്റെ ഒരു നയമായിരുന്നു. അതായത് ലക്ഷ്യം ലിബറൽ സൊസൈറ്റിയെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി നമുക്ക് കുറച്ച് ലിബറൽ അല്ലാത്ത രീതിയിൽ നമുക്ക് ഇടപെടുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മൾ സമീപകാലത്ത് നടക്കുന്ന പല വിവാദങ്ങളിലും നമ്മൾ കാണുന്നത്. അതായത് മുസ്ലിം സമൂഹത്തിന് അങ്ങനെ പറയാൻ പാടില്ല, നിങ്ങളുടെ അഭിപ്രായമാണെങ്കിലും നിങ്ങളുടെ വിശ്വാസമാണെങ്കിലും നിങ്ങളുടെ കാഴ്ചപ്പാടാണെങ്കിൽ പോലും അത് നിങ്ങളുടെ അണികളോട് പോലും പറയാൻ പാടില്ല. അതിന് പോലും ഞങ്ങളുടെ തിട്ടൂരം വേണം, അല്ലെങ്കിൽ ഞങ്ങളെ കാര്യത്തിൽ നിങ്ങളെ നിർബന്ധിക്കും, ഒന്നുകിൽ നിയമപരമായിട്ട് തന്നെ നിർബന്ധിക്കും, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഒരു ഒരു സ്റ്റിഗ്മ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിലാണ് ഇതാണ് ലിബറലിസത്തിൽ നമ്മൾ കാണുന്ന രണ്ടാമത്തെ വൈരുദ്ധ്യം എന്നുള്ളത്. അതായത് സ്വന്തം നിലക്ക് തന്നെ അവര് മറ്റൊരാളുടെ ഇടപെടാൻ പാടില്ല, മറ്റൊരാൾ എന്ത് പ്രവർത്തിക്കുന്നു എന്നതിൽ ഇടപെടാൻ പാടില്ല, മറ്റൊരാൾ നേർക്ക് നേരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രമേ ഇടപെടേണ്ടതുള്ളൂ എന്ന് പറയുമ്പോൾ പോലും ഇസ്ലാമിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാം മാത്രമല്ല പൊതുവിൽ മതപരമായിട്ടുള്ള പല കാര്യങ്ങളിലും അവർ നേർക്ക് നേരെ ഇടപെടുകയും അതിൽ കൃത്രിമമായിട്ട് തന്നെ അതിൽ അടിച്ചമർത്തുന്ന രീതിയിൽ തന്നെ ഇടപെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ പറഞ്ഞ ബ്രിട്ടീഷ് കൊളോണിയലിസത്തെ ന്യായീകരിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, ഈവൻ സമീപകാലത്ത് നടന്ന പല മുസ്ലിം നാടുകളിൽ നടന്ന അധിനിവേശങ്ങളിൽ പോലും അമേരിക്ക ഇടപെടാൻ പറഞ്ഞ ഒരു ന്യായം ലിബറലിസ്റ്റ് ആയിട്ടുള്ള ന്യായങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ പറയുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പിന്നെ അത് മുസ്ലിം നാടിൽ ഡെമോക്രസി ഇല്ല, ഇതില്ല, ഫ്രീഡം ഇല്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അവരുടെ കാഴ്ചപ്പാടിലുള്ള ആ ഒരു ലിബറൽ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞങ്ങൾ അതിശക്തമായി തന്നെ ഇടപെടും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒന്നും അടിച്ചേൽപ്പിക്കരുത്, നേരിട്ട് ദ്രോഹം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമേ സർക്കാർ ഇടപെടാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ പോലും അവർ പറയുന്നത് അവരുടെ കാഴ്ചപ്പാട് വളർത്തിയെടുക്കാൻ വേണ്ടി, അതായത് പിന്നെ ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എല്ലാവരും വരാൻ വേണ്ടി നിർബന്ധിച്ച് ഇടപെടാം, അപ്പൊ ആ വിഷയം അടിച്ചേൽപ്പിക്കാം എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വൈരുദ്ധ്യം നമുക്ക് അനുഭവിക്കുന്നില്ല. കാരണം ഇസ്ലാമിൽ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ കാര്യത്തിൽ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്, ഇടപെടണം എന്ന് തന്നെയാണ്. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം, സാധ്യമായ രീതിയിൽ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. കാരണം സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ഗുണമാണ് അവിടെ ലക്ഷ്യമായിട്ട് വരിക എന്നുള്ളതാണ്, അല്ലാണ്ട് സ്വാതന്ത്ര്യം എന്നുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോ ഈ സമയം നോക്കണേ. അപ്പോ ഈ അർത്ഥത്തിലുള്ള ഒരുപാട് വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഞാൻ അവസാനിപ്പിക്കുകയാണ്, അതേപോലെ നമ്മൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വിഷയത്തിൽ ഇതേപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ലിബറൽ ആശയങ്ങളായിട്ടുള്ള LGBT പൊളിറ്റിക്സിനെ കുറിച്ചൊക്കെ പല വിഷയങ്ങളും നമുക്ക് മിണ്ടാൻ തന്നെ പാടില്ല എന്നുള്ളതാണ്. അതേസമയം അവർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാവുകയും ചെയ്യും. അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരർത്ഥത്തിൽ അവരുടെ ആശയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൊഹറന്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള യാതൊരു വൈരുദ്ധ്യങ്ങളും ഇല്ലാത്തൊരു ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ലിബറലിസം യുക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ ഒരുപാട് ആന്തരിക വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾക്ക് കിട്ടിയ ഒരു ഹിദായത്തിന്റെ മാധുര്യം നമ്മൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മറ്റ് ആശയങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു മാധുര്യം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കൂടി ശ്രമിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പം ലിബറലിസത്തിന്റെ ആന്തരിക വൈരുദ്ധ്യങ്ങൾ അല്ലെങ്കിൽ ഇതിലുള്ള കോൺഫ്ലിക്റ്റുകളാണ് നമുക്ക് പറഞ്ഞു തന്നത്. ലിബറലിസം തുടങ്ങുന്നത് ദൈവം ഇക്വേഷനിൽ ഇല്ലാതാവുമ്പോഴാണ്, അള്ളാഹു ഇക്വേഷനിൽ ഡിസപ്പിയർ ആവാണ്. അതായത് എന്നെ സൃഷ്ടിച്ച എൻ്റെ എല്ലാ സംഗതികളെ പറ്റിയിട്ടും, എൻ്റെ സൈക്കോളജിക്കൽ, എൻ്റെ ശാരീരികമായിട്ടുള്ള സകല സംഗതികളുടെയും നൂലിഴകൾ അറിയുന്ന രക്ഷിതാവ് ഇല്ലാതിരിക്കുമ്പോൾ എന്നെ നിയന്ത്രിക്കാനും എൻ്റെ സമൂഹം ഓടാനും ഞാൻ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കേണ്ടി വരും എന്ന് തോന്നുന്നിടത്താണ് മനുഷ്യൻ ഓരോ ഇസങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെ? എക്കണോമിക് ഇസങ്ങളായാലും സാമൂഹിക ഇസങ്ങളായാലും അവൻ ഉണ്ടാക്കിയെടുക്കുന്നത് എന്തിനാണ്? എന്നെ നിയന്ത്രിക്കാൻ ഞാൻ തന്നെ നിയമം ഉണ്ടാക്കണം എന്നുള്ള ഒരു അഹങ്കാരത്തിൽ നിന്നാണ്, ദൈവത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു അഹങ്കാരത്തിൽ നിന്നാണ്. ആ ഗർവിൽ നിന്നാണ് മനുഷ്യന് ലിബറലിസം ആയാലും എല്ലാ തരം ഇസങ്ങളും അവന് സ്വന്തം ഉണ്ടാക്കി വെക്കുന്നത്. അള്ളാഹ് ഇല്ല എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എനിക്കറിയുന്ന പ്രകാരം ഞാൻ ഒരു സാധനം ഉണ്ടാക്കണം, എന്നിട്ട് അതിന് ഞാൻ ഘോരഘോരം വാദിക്കണം എന്നുള്ളിടത്തു നിന്നാണ്. പക്ഷെ അതല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം. മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമുക്ക് കൃത്യമായിട്ട് അറിയാം അള്ളാഹു കൃത്യമായിട്ട് ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനെ പറ്റിയിട്ട് നമ്മളോട് കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇസ്ലാം ദൈവികമാണ്.
അള്ള തന്നൊരു സംഗതിയാണ്. അള്ള നമ്മളെ കയ്യിൽ എത്തിച്ചെന്നിട്ടുള്ള സംഗതിയാണ്. ഇനി അതിൽ നിന്ന് വഴുതി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. ഈ ഒരു ഇരുത്തത്തിനെ പറ്റി പോലും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരും എന്ന പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ദൈവികമായ ഇസ്ലാമിനെ പറ്റിയിട്ട്, പൂർണ്ണമായ ഇസ്ലാമിനെ പറ്റിയിട്ട് നമ്മളോട് സംസാരിക്കുന്നത് GK എടത്തനാട്ടുകരയാണ്. അദ്ദേഹം ദീർഘകാലമായിട്ട് കേരളത്തിലെ ദഅവ രംഗത്ത് സജീവമാണ്. ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കേട്ടിരുന്നു പോകുന്ന സംസാരമാണ്. ഇൻഷാ അള്ളാ എൻ്റെ പൂർവ്വ അയൽവാസി കൂടിയാണ്. ബിസ്മില്ല. GK തുടങ്ങിക്കോളൂ. ബിസ്മില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. കേൾക്കുന്നില്ലേ? തുടർന്നോളൂ. അത് ഇടക്ക് അരമൈക്കോണാക്കിയതാ. ഒരു വലിയ വിഷയമാണ് ചെറിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കേണ്ടത്. അപ്പൊ ഈ തലക്കെട്ട് കണ്ടപ്പോ തന്നെ, അതായത് ഇസ്ലാം ദൈവികം, അതുപോലെ അത് പൂർണ്ണവുമാണ്. ഈ വിഷയം പറയണമെങ്കിൽ ശരിക്കും ഇസ്ലാം അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നത് നമുക്കറിയാൻ പറ്റും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാണ്ട് 23 വർഷങ്ങളോളം പണിയെടുത്ത് അത് മനുഷ്യസമൂഹത്തിന് കൈമാറുന്നു. അപ്പൊ അത് ദൈവികമാണെന്നും അത് പൂർണ്ണമാണെന്നും 15 മിനിറ്റ് കൊണ്ട് പറയുക എന്നുള്ള ഒരു സാഹസമാണ്. ഒരു 23 മിനിറ്റെങ്കിലും വേണ്ടതായിരുന്നു തോന്നിപ്പോയി. അപ്പൊ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലിബറൽ കാഴ്ചപ്പാട് സംബന്ധമായിട്ട് ഇവിടെ വിശകലനം ചെയ്യപ്പെട്ടു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഇസ്ലാം ദൈവികമാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം, ഒരു ദർശനം അല്ലെങ്കിൽ ഒരു തത്വം ദൈവികമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് മാനുഷികമാവും. അപ്പോൾ മനുഷ്യന്റെ വ്യക്തിതലത്തിലും സാമൂഹ്യ തലത്തിലും ഈ മാനുഷികത അത് സാധ്യമാകണമെങ്കിൽ ഉണ്ടാവേണ്ട ചില അടിസ്ഥാനങ്ങളുണ്ട്. അത് സംബന്ധമായ ചില സൂചനകളാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതിലൊന്ന്, ഒരു കാര്യം ശരിയാകുമ്പോഴാണ് അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഗുണകരമാകുന്ന ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് അത് നന്മയാവുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ശരിയാവുക. അപ്പോൾ ശരി എന്ന് പറയുന്നത്, അതിന് അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് വെച്ച അതിന്റെ ഒരു പ്രകൃതത്തിൽ തന്നെ അതിന്റെ ഒരു നിലയുണ്ട്. ആ ശരിയുടെ നില വിശകലനം ചെയ്യൽ ഒന്ന് ഇതിൽ വളരെ പ്രധാനമാണ്. മറ്റൊന്ന്, ഒരു തത്വം സത്യമാണെങ്കിൽ അതിന്റെ പ്രയോഗം നന്മയാവുക എന്ന് പറയുന്ന ഒരു തത്വമുണ്ട്. ആ തത്വം വെച്ചുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളുടെ പ്രയോഗം ഉണ്ടാക്കുന്ന നന്മകൾ വിശകലനം ചെയ്യുമ്പോഴാണ് അതിന്റെ ദൈവികത വേറൊരു തലത്തിൽ ബോധ്യപ്പെടുക. മറ്റൊന്ന്, അതിന്റെ സാർവലൗകികതയും പൂർണ്ണതയുമാണ്. ഇത് വളരെ സമയമെടുത്ത് വിശകലനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിൽ ചില കാര്യങ്ങളിലെ ചില സൂചനകൾ മാത്രമാണ്. അതിലൊന്ന്, ഈ ശരി എന്ന് പറയുന്നതിന്റെ ഒരു നിലയെ സംബന്ധിച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ശരി മധ്യത്തിലായിരിക്കും എന്ന ഒരു പൊതു തത്വമുണ്ട്. ഹൈന്ദവ ദർശനം അനുസരിച്ച് സർവധർമ്മേഷു മധ്യമ ഉണ്ടല്ലോ. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഈ മധ്യപാതയിലൂടെ പോവുക എന്ന് പറയുന്ന, അതായത് വയാ മീഡിയ ഇസ് ദി ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു തത്വം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ഈ മധ്യപാത എന്ന് പറയുന്ന ഇത് വിശുദ്ധ ഖുർആന്റെ അധ്യാപന പ്രകാരം ഈ മധ്യപാത പിന്തുടരുന്ന, അതായത് പ്രവാചകന്മാരുടെ പാത പിന്തുടരുന്ന വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ഉമ്മത്തൻ വസത്തൻ എന്ന് പറയുന്ന ഒരു മധ്യമ സമൂഹം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് വിശകലനം ചെയ്യുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളെയും, അതായത് മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏത് ആശയങ്ങളിലും അത് യഥാർത്ഥത്തിൽ ശരി ഏത് തെറ്റേത് എന്നത് മാറ്റുരയ്ക്കാൻ ഇതിലൂടെ സാധ്യമാകും എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കുന്നത് ഈ ഒരു മധ്യമ നിലപാട് എല്ലാ കാര്യത്തിലുള്ളതുകൊണ്ട്, ഇവിടെ ജീവിതം സാധ്യമാകുന്നതും അതുകൊണ്ടാണ്. വായു ഇല്ലാത്ത ശൂന്യത ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വായു തന്നെ കൊടുങ്കാറ്റാവുക, ഇത് രണ്ടും പ്രശ്നമാണ്. അതിനിടയിലുള്ളതാണ് ശരി. അതുപോലെ തന്നെ കാലാവസ്ഥ ചൂട് എന്ന് പറയുന്നത് അത്യുഷ്ണമാവുക എന്ന് പറയുന്നതും മറുഭാഗത്ത് അതിശൈത്യമാവുക എന്ന് പറയുന്നതും ജീവിതത്തിന് പ്രതികൂലമായ അവസ്ഥയായിരിക്കും. അതിനിടയിലുള്ളതായിരിക്കും ശരി. അതുപോലെ മഴയില്ലാത്ത വരൾച്ചയും മഴ തന്നെ പേമാരിയാകുന്നതും പ്രതിസന്ധികൾ സൃഷ്ടിക്കും. അത് ശരിയല്ല ആ അവസ്ഥ. ഈ അർത്ഥത്തിൽ പ്രകൃതിയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്.
ഇത് എല്ലാ തലങ്ങളിലും ഇപ്പൊ സൂര്യൻ നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട്. അത് കുറെ അങ്ങോട്ട് മുകളിലേക്ക് കുറെ അകലത്തിലായി കഴിഞ്ഞാലും അത് കുറെ കൂടി ഭൂമിയോട് അടുത്തായാലും പ്രശ്നമാണ്. അതിന് ഒരു ശരിയായ ഒരു സ്ഥാനമുണ്ട്. അങ്ങനെ ഏത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഭൂമിയിൽ വീഴുന്ന ഒരു പിന്നെ വിത്ത് മുളച്ച് ആ വിത്ത് ഒരു ചെടിയായി അത് വളരാതിരിക്കുന്നതും അതിന് പകരം അത് വളർന്നങ്ങോട്ട് ആകാശത്തിലേക്ക് പടർന്നു പോകുന്നതും പ്രശ്നമാണ്. അതിനിടയിലുള്ളൊരു ശരിയുണ്ട്. ജനിച്ചു വീഴുന്നൊരു കുഞ്ഞിന് വായിൽ പല്ലുകൾ മുളച്ചതിന് ശേഷം അത് വളരാതിരിക്കുന്നതും എന്നാൽ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നതും പ്രതിസന്ധികൾ ചുറ്റി. ഇങ്ങനെ എല്ലാ തലങ്ങളിലും എന്തുണ്ടായിരിക്കും. ഇത് എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ്. ഇപ്പൊ കാഴ്ചയിൽ മുതൽ കേൾവിയിൽ വരെ എല്ലാം കാണുന്നൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ കാഴ്ച പോലും നമുക്ക് അനുഗ്രഹമല്ല നിഗ്രഹമായി മാറും. കാരണം ബാക്ടീരിയകളെ പോലുള്ള ചെറുജീവികളെ വരെ കാണുന്നൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയാണ് സംഭവിക്കുക. എല്ലാം കേൾക്കുന്ന അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ പോലും ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാം കേൾക്കുക എന്ന് പറയുന്നതും ശരിയല്ല, ഒന്നും കേൾക്കാതിരിക്കുക എന്ന് പറയുന്നതും ശരിയല്ല. എല്ലാം കാണുക എന്നതും ഒന്നും കാണാതിരിക്കുക എന്നത് പറയുന്നതും ശരിയല്ല. അതിന്റെയൊക്കെ ഇടയിലാണ്. അപ്പൊ എല്ലാ കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റും. ഇതിനെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് നമുക്ക് പ്രകൃതിയിൽ തന്നെ നിശ്ചയിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഒരു വ്യവസ്ഥയുണ്ട്. ഇതിന് നമുക്ക് പ്രാപഞ്ചിക ഇസ്ലാം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പ്രപഞ്ചത്തിൽ തന്നെയുള്ള ഈ ഒരു താളമുണ്ട്. ഈ താളത്തോട് ജീവിതത്തെ ചേർത്ത് വെക്കുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഇസ്ലാമില്. അത് ഓരോ കാര്യങ്ങളിലും നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ പ്രാപഞ്ചികമായ ഈ വ്യവസ്ഥയുടെ പിന്നെ ഈ മധ്യമ നിലപാട് ഇതിന്റെ ഒരു സാൻമാർഗികമായ ഒരു പതിപ്പ് ഇതാണ് പ്രവാചകന്മാരിലൂടെ മനുഷ്യർക്ക് ജീവിതത്തിൽ പാലിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അപ്പൊ അതിൽ വിശ്വാസം മുതൽ ഓരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട് മനുഷ്യന്റെ നിലപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊന്ന് ദൈവം തന്നെ ഇല്ല എന്നുള്ളൊരു നിലപാടാണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഒരുപാട് ദൈവങ്ങൾ ഉണ്ട് എന്നതാണ്. അപ്പൊ അതിനിടയിലുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു ദൈവമുണ്ട്, അവൻ ഏകനാണെന്ന് പറയുന്ന ശരിയായ ഒരു നിലപാട് വിശ്വാസത്തിൽ. ഇപ്പോൾ പ്രവാചകന്മാരെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രവാചകന്മാരുടെ അങ്ങനെ അതിന്റെ ഒരു ആവശ്യമില്ല എന്നൊരു നിലപാട് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് പ്രവാചകന്മാരെ തന്നെ ദൈവങ്ങളാക്കി മാറ്റുന്ന മറ്റൊരു നിലപാട് അങ്ങേപ്പുറത്ത് കാണാൻ പറ്റും. അതിന്റെ ഇടയിലുള്ളതാണ് യഥാർത്ഥത്തിൽ ശരി. പുനഃസൃഷ്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒന്നില്ല. ഒരു മരണം ഭരിക്കുന്നതോടുകൂടി പിന്നെ ഒരു ദീപം അണയുമ്പോൾ അതിന്റെ ഇല്ലാതാകുന്നത് പോലെ തന്നെ ഭരിക്കുന്നതോടുകൂടി എല്ലാം തീരുന്നു എന്ന ഒരു കാഴ്ചപ്പാട്, ഭൗതികമായ കാഴ്ചപ്പാട് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യൻ ഇങ്ങനെ വീണ്ടും പട്ടിയും പൂച്ചയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പുനഃസൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും എന്ന് പറയുന്ന ഒരു നിലപാട് മറുഭാഗത്ത്. അതിനപ്പുറത്ത് അതിനിടയിലുള്ള ഒരു കാഴ്ചപ്പാടാണ് അതിൽ ശരി. ഈ അർത്ഥത്തിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ വിശകലനം ചെയ്യാൻ പറ്റും. ഇനി ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അതിലൊന്ന് നമുക്കറിയാൻ പറ്റും. മനുഷ്യൻ കൊണ്ട് ഒരു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒന്ന് ഭൗതികമായ ഒരു ജീവിത വീക്ഷണം അങ്ങനെ ഉണ്ടല്ലോ. അതായത് പിന്നെ ദൈവത്തെയും ധാർമ്മികതയെയും അങ്ങനെയുള്ള തലങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടുള്ള ഭൗതികമായ ഒരു ജീവിത കാഴ്ചപ്പാട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ആത്മീയമായ ഒരു ജീവിത കാഴ്ചപ്പാടാണ്. ഇത് ഭൗതികതയെ അവഗണിച്ചുകൊണ്ടുള്ള ആത്മീയ ജീവിത കാഴ്ചപ്പാട്. അപ്പൊ ഇത് രണ്ടിനും ഇടയിൽ എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാഴ്ചപ്പാടിലൂടെ സംഭവിക്കുന്നത് ധാർമ്മികതയെയും മൂല്യങ്ങളെയും എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സ്വതന്ത്രമായി ജീവിക്കുക എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഭൗതികമായ ഒരു ജീവിതത്തിലൂടെ മനുഷ്യൻ തോന്നുന്നത് പോലെ ജീവിക്കുന്നിടത്തേക്ക് എത്തുക, അതിന് തോന്നിയാസം എന്ന് നമ്മൾ പറയുന്നു. എന്നാൽ മറുഭാഗത്ത് ആത്മീയതയുടെ പേരിൽ ഭൗതികമായ എല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ആത്മീയമായ ജീവിത വീക്ഷണത്തിലേക്ക് അങ്ങനെ അതിലൂടെ പോയിട്ട് സന്യാസത്തിലേക്ക്. അപ്പൊ ഒരു ഭാഗത്ത് ഭൗതിക ജീവിത കാഴ്ചപ്പാടിലൂടെ മനുഷ്യൻ തോന്നിയാസത്തിലേക്ക് പോകുമ്പോൾ മറുഭാഗത്ത് ആത്മീയത അതിരുവിട്ട് അങ്ങനെ സന്യാസത്തിലേക്ക്. ഇത് രണ്ടും നമ്മൾ വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ഈ ആത്മീയതയിലൂടെ സന്യാസത്തിലേക്ക് എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യ സമൂഹം അതോടുകൂടി അവസാനിക്കും. മറുഭാഗത്ത് മനുഷ്യൻ ധാർമ്മികതയെല്ലാം കൈയൊഴിച്ചുകൊണ്ട് ആത്മീയതയെല്ലാം കൈയൊഴിച്ചുകൊണ്ട് തികച്ചും ഭൗതികമായ ജീവിത വീക്ഷണത്തിലേക്ക് പോകുന്നതോടുകൂടി പിന്നെ തോന്നുന്നത് പോലെ ജീവിക്കുന്ന ഒന്ന്. അതിനാണല്ലോ നമ്മൾ ലിബറലിസം എന്ന് പറയുന്നത്. ലിബറലിസത്തിന്റെ വ്യത്യസ്ത തലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ലിബറലിസം അടിസ്ഥാനപരമായി തോന്നിയാസമാണ്. അങ്ങനെ ഉണ്ടല്ലോ. ആ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ഓരോന്നിനെയും നമ്മളിങ്ങനെ നോക്കി കൊണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ലൈംഗികതയോടുള്ള ഒരു സമീപനം ലിബറൽ കാഴ്ചപ്പാടനുസരിച്ച് തോന്നിയാസതനുസരിച്ച് അതിനോടുള്ള ഒരു തോന്നുന്നത് പോലുള്ള സമീപനം അതനുസരിച്ച് ഒരു ഭാഗത്ത് പിന്നെ അതിന്റെ കാഴ്ചപ്പാട് എന്ന് വെച്ചാൽ വ്യഭിചാരമാണ്. എന്നാൽ മറുഭാഗത്ത് അതിന്റെ ഒരു ആത്മീയമായ തലത്തിൽ കാഴ്ചപ്പാട് വഴിതെറ്റി പോകുന്നതോടുകൂടി ബ്രഹ്മചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോ ഈ ലൈംഗികതയെ സമീപിക്കുന്നിടത്ത് തന്നെ ബ്രഹ്മചര്യത്തിലേക്ക് പോയാൽ മനുഷ്യ സമൂഹം അതോടുകൂടി അവസാനിക്കുകയാണ് ചെയ്യുക. എല്ലാവരും അതിലേക്ക് അത് പ്രയോഗത്തിൽ കൊണ്ടുവന്നാൽ മനുഷ്യ സമൂഹം അവസാനിക്കുന്നു. എന്നാൽ വ്യഭിചാരത്തിലേക്ക് മനുഷ്യൻ പോകുന്ന എന്ന് വെച്ചാൽ ഈ സ്വതന്ത്ര ലൈംഗികത എന്നൊക്കെ പറയുന്ന ലിബറൽ ഈ തലത്തിലേക്ക് മനുഷ്യൻ പോകുന്നതോടുകൂടി ഇതിന് അനന്തരഫലമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്
കുടുംബ തകർച്ച മുതൽ അല്ലെ അതിന്റെ അനന്തരഫലമായി ഉണ്ടാകുന്ന വ്യത്യസ്ത കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുവാൻ സന്ദർഭമില്ല. ആ ഒരു തലത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കും എന്ന കാര്യം വ്യക്തമാണ്. ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ് ലിബറൽ കാഴ്ചപ്പാടനുസരിച്ച് സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഇതിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അങ്ങനെ ഒരു സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന കാഴ്ചപ്പാടിനപ്പുറത്ത് അത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് പിന്നെ ഇപ്പൊ ഒരു ഭാഗത്ത് സർവതന്ത്ര സ്വാതന്ത്ര്യമാണെങ്കിൽ മറുഭാഗത്ത് ഈ വിഷയത്തിൽ മനുഷ്യന്റെ നിലപാട് എല്ലാ സൃഷ്ടികളോടും അടിമത്തത്തിന്റെ ഒരു നിലപാടാണ്. ഇസ്ലാം ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ, അതായത് സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന് സൃഷ്ടാവിന്റെ അടിമത്തത്തിലേക്ക് സ്വാതന്ത്ര്യം നേടുന്ന ഒരു കാഴ്ചപ്പാടിനെയാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്. ഇതെല്ലാ സൃഷ്ടി അടിമത്തത്തിൽ നിന്നും സൃഷ്ടാവിന്റെ അടിമത്തത്തിലേക്ക് വരുന്നതോടുകൂടി മനുഷ്യ സൃഷ്ടികളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുന്ന ഒരു ഐഹിക ജീവിതത്തെ, അങ്ങനെയാണല്ലോ ഒരു സൃഷ്ടികളുടെ മുമ്പിലും തലകുനിക്കാത്ത ഒരു ഉന്നതമായ സ്വാതന്ത്ര്യം അതിലേക്കാണ് യഥാർത്ഥത്തിൽ അതിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ അത് സൃഷ്ടിക്കുന്ന, അതായത് ഒരു മനുഷ്യനെ അത് ഉണ്ടല്ലോ മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും മുക്തമാക്കി, അടിമത്തത്തിൽ നിന്നും മുക്തമാക്കി മനുഷ്യനെ അത് എത്രത്തോളം ഉന്നതനാക്കുന്നു എന്നത് അത് ഓരോന്നെടുത്ത് ഇങ്ങനെ വിശകലനം ചെയ്യുമ്പോൾ അതിന്റെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ തന്നെ ഭാഗമാണ് ഇപ്പൊ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പൊ സ്ത്രീ സ്വാതന്ത്ര്യം എന്നതൊക്കെ ലിബറൽ ലോകത്തൊക്കെ വളരെ വലിയ ചർച്ച ചെയ്യുന്ന ആ വിഷയത്തിലും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് സ്ത്രീകളെ അടുക്കളയിൽ അടങ്ങിയിരിക്കാൻ കൽപ്പിക്കുന്ന പൗരോഹിത്യത്തിന്റെ ഒരു നിലപാട് ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ മറുഭാഗത്ത് അങ്ങാടിയിൽ അഴിഞ്ഞാടാൻ വിടുന്ന ഒരു പൗരോഹിത്യത്തിന്റെ ഒരു പുരോഗമനത്തിന്റെ നിലപാട് ഉണ്ടല്ലോ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ സ്ത്രീയുടെ ഒരു ഇടം ഇത് നിർണയിച്ചു കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ത് ചെയ്യുന്നത്. അതല്ലാത്ത ഒരവസ്ഥയിലേക്ക് അങ്ങാടിയിൽ അഴിഞ്ഞാടാൻ വിടുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അതുപോലും അന്തിമ വിശകലനത്തിൽ സ്ത്രീ വിരുദ്ധവും സ്ത്രീ പീഡനങ്ങളൊക്കെ അതിന്റെ അനന്തര ഫലമായിട്ട് കൂടി സംഭവിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഈ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ശരിയുടെ നിലയുടെ ആ തലത്തിൽ നിന്നുകൊണ്ട് അത് വിശകലനം ചെയ്യാം. അതിന്റെ എല്ലാ വശങ്ങളും അർത്ഥത്തിൽ വിശകലനത്തിന് സമയമില്ലാത്തതുകൊണ്ട് ഒരു സൂചന മാത്രം നൽകിയതാണ്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം ഇതാണ്. അപ്പൊ ശരിയുടെ നില മധ്യത്തിലാവുക എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ ഓരോന്നിനെയും നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയുന്നതോടൊപ്പം തന്നെ ഈ പറയുന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഈ തത്വത്തെ പ്രയോഗവൽക്കരിച്ചാൽ അത് ഉണ്ടാക്കുന്ന, കാരണം തത്വം സത്യമാണെങ്കിൽ പ്രയോഗം നന്മയാവും. അത് വിശകലനം ചെയ്ത് നോക്കിയാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏത് തത്വങ്ങൾ മനുഷ്യൻ പ്രയോഗത്തിൽ കൊണ്ടുവന്നാലും അതിന്റെ അനന്തര ഫലം നന്മയായിരിക്കും. അത് വ്യക്തികളിലും സമൂഹത്തിലും ഒക്കെ സൃഷ്ടിച്ച ഒരു സ്വാധീനത്തിന്റെ അനന്തര ഫലം എന്ന നിലയ്ക്ക് നമുക്ക് ഇന്നും സമൂഹത്തിൽ മൊത്തം മനുഷ്യ സമൂഹത്തിൽ മുസ്ലിം സമൂഹം, അതായത് പല ജീർണതകൾ ഉണ്ടെങ്കിലും ശരി, എന്തൊക്കെ ജീർണതകൾ ഉണ്ടെങ്കിലും ശരി, ഇസ്ലാമിൻ്റെതായ ആ തത്വങ്ങൾ അതുണ്ടാക്കിയെടുത്ത ഒരു സ്വാധീനത്തിന്റെ അനന്തരഫലം ഇപ്പോഴും വളരെ പ്രകടമാണ്. അത് ഓരോന്നെടുത്ത് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഇപ്പൊ മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന വലിയ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ഈ ആത്മഹത്യകൾ എന്ന് പറയുന്നത്. അപ്പൊ ആത്മഹത്യകൾ ഇന്ന് ലോകത്ത് ഏറ്റവും കുറവ്, കേരളത്തിൽ നമുക്കറിയാൻ പറ്റും ഏറ്റവും ആത്മഹത്യ കുറവ് മലപ്പുറം ജില്ലയിൽ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ കുറവുള്ളത് മുസ്ലിം രാജ്യങ്ങളിലാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന എല്ലാത്തിനെയും അത് അടച്ചു കളയുന്ന അതിന്റെ ഒരു സ്വാധീനം യഥാർത്ഥത്തിൽ തന്നെ ഈ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, ഇന്ന് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് പ്രായം ചെന്ന വൃദ്ധരായ മാതാപിതാക്കൾ അവരനുഭവിക്കുന്ന പ്രതിസന്ധികളും. വൃദ്ധസദനങ്ങളിൽ നമ്മളെടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് വൃദ്ധസദനങ്ങളിൽ ആളുകൾ വളരെ പരിമിതമാണ്. എന്ന് വെച്ചാൽ അത് അപൂർവമായിട്ട് മാത്രം, അപവാദങ്ങൾ എന്ന സ്വഭാവത്തിൽ മാത്രമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതിന്റെ ഒരു കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മുന്നോട്ട് വെച്ച ഈ തത്വം, ഈ ആശയം അത് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്വാധീനമാണ്. അത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന്, പലപ്പോഴും ഇപ്പൊ നമ്മുടെ രാജ്യത്തൊക്കെ നമുക്കറിയാൻ പറ്റും ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം യഥാർത്ഥത്തിൽ കുറ്റകരമാണ്, അത് ക്രിമിനൽ കുറ്റമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയുക എന്ന് പറയുന്ന, അപ്പൊ ഈ പെൺകുട്ടികളോടുള്ള ഈ സമീപനം ഇങ്ങനെ ആവുന്നതിന് പോലും കാരണം മനുഷ്യൻ ഇതിനോടുള്ള ഒരു കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടതാണ്. അതേസമയത്ത് ഈ വിഷയത്തിൽ ഇസ്ലാമികമായ ഒരു കാഴ്ചപ്പാടനുസരിച്ചാണെങ്കിൽ പെൺകുട്ടികളോടുള്ള സമീപനം ഇങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോ ഗൾഫ് നാടുകളിലൊക്കെ നമുക്കറിയാൻ പറ്റും ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം ഒരു ക്രിമിനൽ കുറ്റം എന്നൊരവസ്ഥ അവിടെ ഇല്ലാത്തതിന്റെ കാരണത്തിൽ ഇതിന്റെ ഒരു സ്വാധീനം കൂടി നമുക്ക് കാണുവാൻ കഴിയുമെന്നതാണ്. മറ്റൊന്ന്, മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന മറ്റൊരു വലിയ പ്രതിസന്ധിയാണ് ജാതീയവും വർണ്ണവിവേചനപരവും ഒക്കെ. അതിന്റെ പേരിൽ
കൊലകൾ മുതൽ ആത്മഹത്യകൾ വരെ നടക്കുന്നുണ്ട്. ഇസ്ലാമിക ലോകത്ത് എന്തൊക്കെ ജീർണതകളുണ്ടെങ്കിലും ശരി, ജാതീയതയുടെ പേരിലോ വർണ്ണവിവേചനത്തിന്റെ പേരിലോ ഒരു കൊലപാതകമോ അല്ലെങ്കിൽ ഒരു ആത്മഹത്യയോ ആ അർത്ഥത്തിലുള്ള വാർത്തകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നില്ല എന്നതും ഇത് നൽകുന്ന ഒരു മാനവികമായ ഒരു സാഹോദര്യത്തിന്റെ ഒരു സന്ദേശമുണ്ട്. ഇങ്ങനെ തുടങ്ങി ഓരോ തലങ്ങൾ എടുത്ത് നോക്കിയാൽ ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ട ഒരു കാര്യം, ഈ മുസ്ലിം സമൂഹത്തിൽ മദ്യപാനികളും വ്യഭിചാരികളും വ്യത്യസ്ത സ്വഭാവത്തിൽ തിന്മകൾ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ ഒരു സ്വാധീനം കാരണം ഇപ്പൊ നമ്മുടെ ഈ കേരളത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ കള്ള് ഷാപ്പുകൾ, ഇപ്പൊ എന്റെ നാട്ടിലൊക്കെ കള്ള് ഷാപ്പ് മറ്റു ധാരാളം കടകളുണ്ട്. അതൊക്കെ മുസ്ലിങ്ങളാണ് അധികവും നടത്തുന്നത്. പക്ഷെ മുസ്ലിം ഉടമസ്ഥതയിൽ ഒരു കള്ള് ഷാപ്പ് പോലും എവിടെയും എന്റെ ശ്രദ്ധയിൽ ഉണ്ടായിട്ടില്ല. അതിന് കാരണം മുസ്ലിം സമൂഹത്തിൽ കള്ളുകുടിയന്മാരില്ലാത്തതുകൊണ്ടല്ല. അതേസമയത്ത് ഇസ്ലാമിന്റെ ഒരു സ്വാധീനം ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു കെട്ടുറപ്പുണ്ട്. അതനുസരിച്ച് മുസ്ലിം ഉടമസ്ഥയിൽ കള്ള് ഷാപ്പുകൾ ഇല്ല എന്നൊരവസ്ഥ. അതിന്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ തിന്മകളെയും ഏതോ അർത്ഥത്തിൽ തടയുന്ന ഒരു നിലപാട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന്. ഇത് ഉണ്ടല്ലോ, ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഇങ്ങനെ വിശകലനം ചെയ്താൽ ഒരുപാട് നന്മകൾ ഈ അർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരുപാട് ഈ അർത്ഥത്തിൽ എല്ലാ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലേക്കും മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന, തിന്മയിൽ തടയുന്ന ഒരു പൂർണ്ണമായ ഒരു ജീവിതമായ വീക്ഷണം വേറെ ഒരു ദർശനവും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മതങ്ങളോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളോ മറ്റേതെങ്കിലും തത്വങ്ങളോ മുന്നോട്ട് വയ്ക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് വെച്ചാൽ മൂത്രമൊഴിച്ചാൽ കഴുകണം എന്നുള്ളിടത്തുനിന്ന് തുടങ്ങി രാജ്യം ഭരിക്കുമ്പോൾ നീതിപൂർവ്വം രാജ്യം ഭരിക്കണം എന്നുള്ളിടത്തേക്ക് വരെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മാനവികമായ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്ന ഒരാശയം. അത് എവിടെ മനുഷ്യൻ സ്വീകരിക്കുന്നു അവിടെ അതിന്റെ ഇപ്പോ ഈ ലിബറൽ കാഴ്ചപ്പാടിലേക്ക് കൊഴിഞ്ഞു പോകുന്ന കുറെ ആളുകളുണ്ടല്ലോ. ഇപ്പോ നമ്മളുടെ പെരിന്തൽമണ്ണ ഭാഗത്ത് ഇങ്ങനെ പോയ ഒരു സുഹൃത്തുമായി ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിനെ കുറിച്ച് പറയുന്നുണ്ട്. മുമ്പ് ചില സംസാരങ്ങളൊക്കെ നടന്നതുമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോ ലിബറൽ കാഴ്ചപ്പാടിലേക്ക് അവൻ പോയി. പക്ഷെ പോയതിനു ശേഷം ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ മൂത്രം ഒഴിച്ചാൽ കഴുകുന്നില്ല കണ്ടല്ലോ. അവിടുന്ന് തുടങ്ങുകയാണ് യഥാർത്ഥത്തിൽ എന്ത് ഈ കഴുകാതിരിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത് പുരോഗമിക്കല്ലോ. അണ്ടർവെയർ വൃത്തികേടാവുക എന്നുള്ളിടത്തുനിന്ന് തുടങ്ങി പിന്നെ കള്ളുകുടി, പിന്നെ വ്യഭിചാരം, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്താവുന്നു? അതായത് ഒരു മനുഷ്യനെ പിന്നെ തിന്മയിലേക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, നന്മയിലേക്ക് നയിക്കുന്ന ഒന്നും അതിൽ ഇല്ല. വെട്ടി നശിപ്പിക്കും എന്നല്ലാതെ നട്ടുപിടിപ്പിക്കാൻ ഒന്നുമില്ല ലിബറലിസത്തിൽ അല്ലെങ്കിൽ വ്യക്തിവാദത്തിൽ എന്ന വസ്തുത തിരിച്ചറിഞ്ഞ് ഇസ്ലാം എന്ന് പറയുന്ന ഈ ദൈവിക ദർശനത്തെ അല്ലെ, അത് അല്ലാത്ത വേറൊരു പരിഹാരം മനുഷ്യ സമൂഹത്തെ നേർമാർഗത്തിൽ നയിക്കാനില്ല എന്ന് മനസ്സിലാക്കി ആ വഴിയിൽ മുന്നോട്ട് പോവുക എന്നതാണ്, അതിൽ ജാഗ്രത പുലർത്തുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആഫുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. സമയധിയായ ഇല്ല ബറക്കല്ലാഹു ഫീക്ക്. അപ്പം ഇസ്ലാമിന്റെ ദൈവികത കൊണ്ടാണ് അതിന് പൂർണ്ണത സംഭവിക്കുന്നത് എന്നാണ് ജിക്ക് നമ്മൾ ഓർമ്മിപ്പിച്ചത്. അതായത് അള്ളാഹു തന്ന ഒരു ഗൈഡൻസ്, ഒരു ഹിദായത്ത്, അതിനെ കൊണ്ടാണ് ആ ഒരു പൂർണ്ണത സംഭവിക്കുന്നത്. അപ്പം ഇനി നമ്മൾ ഈ മൂന്ന് വിഷയങ്ങളാണ് പറഞ്ഞത്. വലിയൊരു വിഷയമാണ്, പക്ഷെ അതിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മളോട് 3 പേരായിട്ട് സംസാരിച്ചത്. ഇനി ഈ വിഷയത്തിൽ ചോദ്യങ്ങളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള വിഷയങ്ങൾ ചോദിക്കാം. 3 പേരിൽ നമ്മൾ ഒരാളായിട്ട് അതിന് മറുപടി പറയും ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചോദ്യം ആലോചിക്കുന്നതിൻ്റെ ഇടയിൽ സൂചിപ്പിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു മറഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയല്ല. അത് ഓരോരുത്തരെയും സ്വാധീനിക്കുന്നുണ്ട്. നമ്മളുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നുള്ളവർ അല്ലെങ്കിൽ നമ്മളുടെ മക്കളിലൊക്കെ ഇത് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത് ഇതിങ്ങനെ സംഭവിച്ചു പോയി, അവർ മതം വിട്ടുപോയി. എൻ്റെ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്, ഒരു പണ്ഡിതൻ്റെ മകനാണ്. അദ്ദേഹം ഇങ്ങനെ ഒരിക്കൽ എന്നോട് പറഞ്ഞു ഞാൻ മതം മാറി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് മതം? ഞാൻ ഇപ്പോൾ അഗ്നോസ്റ്റിക് ആണ്. അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം ഇല്ല, ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള അറിയില്ല എന്നുള്ളിടത്താണ് അദ്ദേഹം ഉള്ളത്. സൗണ്ട് കുറവുണ്ടായിരുന്നു. ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ദൈവം ഉണ്ടോ ഇല്ല എന്ന് അറിയുന്നില്ല എന്നുള്ളത് പറഞ്ഞതോട് കൂടിയിട്ട് ലൈഫ് സ്റ്റൈൽ മൊത്തം ചേഞ്ച് ആവാണ്. അതായത് ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ളെങ്കിൽ എനിക്ക് അക്കൗണ്ടബിലിറ്റി ഇല്ലല്ലോ, എന്നോട് ആരും ചോദിക്കാനില്ല എന്നുള്ളിടത്തുനിന്ന് ഒരു അരാജകവാദിയായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോഴും ബന്ധമുണ്ട്, പക്ഷേ സങ്കടകരമായ ഒരു കാഴ്ചയാണ്. ഇങ്ങനെ അതുപോലെ തന്നെ വേറെയും 1-2 വാർത്തകൾ ഈയിടെ ശ്രദ്ധയിൽപ്പെട്ടു, വളരെ അടുത്ത സുഹൃത്ത് വലയത്തിൽ നിന്നൊക്കെയുള്ള.
ഒഴിച്ചു പോകുന്നു. അപ്പൊ ഇതിൽ നമ്മൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ ഇതുവരെ ഇവരൊക്കെ സംസാരിച്ചതിൽ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇവർ നിങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് പറഞ്ഞു തരുന്നത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇബിലീസ് ഇങ്ങനത്തെ വലിയൊരു വിഷയത്തിൽ നിന്ന് മദ്യം കുടിച്ചോ എന്ന് പറഞ്ഞിട്ടല്ല ഇബിലീസ് നമ്മളെ സമീപിക്കുക. ഇബിലീസിന്റെ സ്വഭാവം ഖുത്വാത്ത് ഷൈത്താൻ എന്ന് പറയും അല്ലെ, വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടുന്നത്. നിങ്ങളുടെ ബുദ്ധിയെയും നിങ്ങളുടെ സ്വഭാവത്തെയും ബിഹേവിയറിനെയും ചെറിയ ചെറിയ രീതിയിൽ സ്വാധീനിക്കുക എന്നുള്ളതാണ് ഇബിലീസിന്റെ ആദ്യ പടി. അവിടുന്ന് തുടങ്ങി മെല്ലെ മെല്ലെ മെല്ലെയാണ് ഇബ്ലീസ് നിങ്ങളുടെ ചിന്തകളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ഇന്നോ നാളെയോ ഒക്കെ നിങ്ങൾ പോയി സംസാരിച്ചു നോക്കുക, അവരുടെയൊക്കെ സംസാരത്തിൽ ഇതിന്റെ സ്വാധീനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഇതിന് പ്രതിരോധം തീർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സഹായത്തോടെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഖുറാൻ വീട്ടിൽ നമ്മുടെ ഷോക്കേസിൽ വെച്ചിട്ട് നല്ല ഉയരത്തിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇതിനോട് പ്രതിരോധം ഉണ്ടാവില്ല. നമ്മളുടെ പ്രതിരോധം അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമായിട്ട് തന്നെ വരണം. ആ അനുഗ്രഹത്തിന് നമ്മൾ പ്രാർത്ഥിക്കണം, അതിന് പണിയെടുക്കണം. ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? അബ്ദു സുബ്ഹാൻ. അസ്സലാമു അലൈക്കും. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ യൂറോപ്യൻ സമൂഹത്തില് നമ്മൾ കൊണ്ടുപോകുന്ന ഫ്രാൻസിൽ ഇപ്പൊ ഇതിനൊരു LGBTQ+ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കെല്ലാം ഒരു അതിപ്രസരമുണ്ട്. നമ്മള് ഡിസ്നിലാൻഡിൽ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും അത്തരത്തിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ചെറിയൊരു കാർട്ടൂണുകൾ കാണിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള ഒരു അതിപ്രസരം ഉണ്ടാവും. ഇവിടെ യൂറോപ്പിലൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാരൻസ് നമ്മളെ നാട്ടിൽ വർക്ക് ചെയ്യുന്നിട്ട് കുറച്ച് നാൾക്ക് ശേഷം ഇവിടെ വന്നവരായിരിക്കും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഭാഷ അധികം അറിയുണ്ടാവില്ല. അതേസമയം മക്കളാണെങ്കിൽ ഇവിടെ വന്ന് സ്കൂൾസിൽ ചേർന്ന് അവർ ഭാഷയും പഠിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അവർ ഈ പാരൻസ് അറിയാതെ തന്നെ ഇങ്ങനെ ഇതിൽ എക്സ്പോസ്ഡ് ആകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ എന്തൊക്കെ മുൻകരുതലുകൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ തന്നെ വീട്ടിൽ തന്നെ പാരൻസ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തിൽ? എൻ്റെ ചോദ്യം വേള സാഹിബിനോടാണ്. ഇതൊക്കെ നമുക്ക് പ്രാക്ടിക്കലി അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അതെനിക്ക് തോന്നുന്നത് ഫ്രാൻസിൽ ജീവിച്ച ആളെന്ന നിലക്ക് സയൂബ് സാഹിബ് പറയുന്നതായിരിക്കും നന്നാകുക. സഹിബ് ഒക്കെയാണ്. അത് വെള്ളം നിങ്ങൾ തന്നെ പറയുന്നതായിരുന്നു നല്ലത്. എന്തായാലും ഇന്റെ സൈഡിൽ നിങ്ങൾ നിന്നുള്ളത് പറഞ്ഞു, എന്തെങ്കിലും ഞാൻ കൂട്ടിച്ചേർത്തോളാം. ഇൻഷാല്ലാ. അല്ല, ഒന്നാമത് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ശേഷി നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ അപ്പുറമാണെന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവേണ്ട രീതിയിൽ മനസ്സിലാവുകയും ചെയ്യും. അതായത് അവരുടെ തലത്തിൽ നിന്നുകൊണ്ട് അവർക്ക് മനസ്സിലാവുന്ന ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ഇങ്ങനെ കാണുമ്പം ഈ സംഗതിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു പ്രശ്നമുള്ള സംഗതിയാണ് എന്ന് അവർക്ക് അത് ആ ഒരു ഫീലിംഗ് വരണം. അപ്പോൾ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ മറ്റൊന്ന്, നമ്മൾ പരമാവധി നമ്മുടേതായ രീതിയിൽ നമ്മൾ സാഹചര്യങ്ങൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതും ഒരു സംഗതിയാണ്. കാരണം എക്സ്പോഷർ കുറയ്ക്കുക, നമ്മളെ കൊണ്ട് കഴിവിന്റെ പരമാവധി എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതും, അതോടൊപ്പം ഒരു ഇമ്മ്യൂണൈസേഷൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. റാണ സാഹിബ് പറയും. എനിക്കിതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴും തോന്നല്, ഈ വെസ്റ്റേൺ ലിബറൽ സിവിലൈസേഷൻ, അതിന്റെ കൾച്ചർ, അതൊരു ഭയങ്കര സംഭവമാണ്. ഇസ്ലാമിന്റെ കൾച്ചർ ഒരു മോശമാണ് എന്നതാണ് ഇതിന്റെ ആകെ കൂടിയുള്ള ഒരു ഫീലിംഗ്. ഇതിനെ മറച്ചിടുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇസ്ലാമിന്റെ കൾച്ചർ വളരെ ഉജ്ജ്വലമാണ്, ഇവരുടെ കൾച്ചർ വളരെ പ്രശ്നമുള്ളതാണ്. അത് പല രീതിയിൽ അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. അങ്ങനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പലതരം എന്താ പറയാ, അതിന്റെ ടിപ്സുകൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ടാവും. ഇപ്പൊ LGBT ഇപ്പോ ട്രാൻസ്ജെൻഡറിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഒരാള് ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠ കാര്യമാണല്ലോ. വളരെ ഒബ്ജക്റ്റീവായ ഒരു കാര്യമാണ്. ഈ വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ വെസ്റ്റേൺ സിവിലൈസേഷന്റെ അടിസ്ഥാനമായ പോസിറ്റിവിസം, സയൻസ്, ഇതിന്റെയൊക്കെ വലിയൊരു അടിസ്ഥാനമാണ്. നമ്മൾ ഒരു ദൈവത്തെ പോലും അംഗീകരിക്കാത്ത എന്തുകൊണ്ടാ? അത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നില്ല, അങ്ങനെ തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ.
ഇപ്പൊ ആണാണോ പെണ്ണാണോ എന്നൊരു തർക്കം ഉണ്ടെങ്കിൽ അത് വസ്തുനിഷ്ഠമായിട്ടല്ലേ തെളിയിക്കേണ്ട. അയാളുടെ വസ്തുനിഷ്ഠതയുടെ ബേസ് എന്താ? അയാളുടെ ശരീരമല്ലേ, മനസ്സല്ലല്ലോ. മനസ്സ് ആത്മനിഷ്ഠമായ സബ്ജക്റ്റീവായ ഒരു കാര്യമല്ലേ. ഇനി അതിൽ ഇനിയും തർക്കം ഉണ്ടെങ്കിൽ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കല്ലേ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒന്നിനും അവർ സമ്മതിക്കില്ല. ഇത് ഭയങ്കര കോൺട്രഡിക്ഷൻ അല്ലേ. അത് സയ്യൂബ് പറഞ്ഞ പോലെ ഇതൊരു ഭയങ്കര വൈരുദ്ധ്യല്ലേ. അപ്പോ ഇത് ഇങ്ങനെ പോയാൽ മനുഷ്യൻ തന്നെ ഇല്ലാതാവുന്നിടത്തേക്കല്ലേ എത്തുക. അപ്പോ ഇതിന് കുഴപ്പമുണ്ടല്ലോ. ഇതിലെ ഓരോന്നിനും എവിടെയോ എന്തോ ഫണ്ടമെന്റലി ഇതിന് കുഴപ്പമുണ്ട്. അതിന്റെ അർത്ഥം ഇതിലൊരു നന്മയില്ല എന്നല്ല. ആ നന്മകളെല്ലാം ഇസ്ലാമിലുള്ളതാണ്. ചിലപ്പം അത് നമ്മളെക്കാൾ നന്നായിട്ട് അവര് പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഉണ്ടാകാം. ആ വാല്യൂ ഇസ്ലാമിലുള്ള വാല്യൂ ആണ്. നമ്മളെക്കാൾ നന്നായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്ത് അവരായിരിക്കാം. അതിന് തർക്കിക്കാൻ പോകേണ്ടയില്ല. ഓക്കെ. ബട്ട് ഇസ്ലാമിന് കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇതിന് അടിസ്ഥാനപരമായി കുഴപ്പമുണ്ട്. മറുഭാഗത്ത് ഇസ്ലാമിന് മേന്മയുണ്ട്. ഈ ബോധം കുട്ടികളിൽ ഉണ്ടാക്കുക. അപ്പോ വെസ്റ്റിൽ പോയി പഠിച്ച ഒരുപാട് ഇസ്ലാമിക് സ്കോളേഴ്സ് ഉണ്ട്. അവരൊന്നും ഭയങ്കര വെസ്റ്റിൽ പോയി പഠിച്ചിട്ട് ഭയങ്കര വെസ്റ്റേൺ പ്രണേതാക്കളായി മാറിയ സ്കോളേഴ്സിനെ മുസ്ലിം ലോകത്ത് കാണാൻ പറ്റും. അങ്ങനെ അല്ലാത്തവരെ കാണാൻ പറ്റും. അങ്ങനെ അല്ലാത്തവരെ നമ്മൾ പഠിച്ചു നോക്കിയാൽ ഇപ്പൊ അല്ലാമ ഇക്ബാലാണ് അങ്ങനെ ജർമ്മനിയിൽ പോയി പഠിച്ച ഒരാളാണ്. അലി ശരിയത്തിയാണ്. അദ്ദേഹം ജർമ്മനിലാൻഡ് ഓർമ്മ അല്ലെങ്കിൽ ഫ്രാൻസിലോ PhD ചെയ്ത ആളാണ്. റാഷിദുൽ ഗനൂഷി, മുഹമ്മദ് സയ്യിദ് കുത്തുബ്. ഗനൂഷി യൂറോപ്പിൽ പല സ്ഥലങ്ങളിൽ ജീവിക്കുന്നുണ്ട്. കുത്തുബ് അമേരിക്കയിൽ പോകുന്നുണ്ട്. ഇവരൊക്കെ പോകുന്നതിനെ മുമ്പുള്ളതിനേക്കാൾ വെസ്റ്റേൺ വിരുദ്ധരായിട്ടാണ് മാറുന്നത്. കാരണം ഈ സിവിലൈസേഷന്, ഈ കൾച്ചറിന് ബേസിക്കലി ഭയങ്കരമായ കുഴപ്പങ്ങളുണ്ട് എന്നവർ തിരിച്ചറിയുകയാണ്. അതേസമയം ഇസ്ലാമിന് ബേസിക്കായ മേന്മകളുണ്ട്. അപ്പൊ ഈ ബേസിക് ടീച്ചിങ് അല്ലാതെ കർമ്മശാസ്ത്രപരമായി അത് ഹലാലാണോ ഹറാമാണോ, അതിൽ ഇളവുണ്ടോ ഇളവില്ലേ, അത് നമുക്ക് അത്ര പറ്റൂ ഇത്ര പറ്റൂലേ എന്ന ബോധം ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതിന് പകരം അത് ചെയ്യണം. അങ്ങനെ പ്രാക്ടിക്കലി നമുക്കത് ആവശ്യമാണ്. പ്രാക്ടിക്കലായ കാര്യമാണ്. ഫിലോസഫിക്കലായിട്ട് ബേസിക് ആയിട്ട് ഈ സിവിലൈസേഷൻ ഇന്നുന്ന കുഴപ്പങ്ങളുണ്ട്, മറുഭാഗത്ത് ഇസ്ലാമിന്റെ സിവിലൈസേഷൻ ഇന്നുന്ന മേന്മകളുണ്ട് എന്ന ഒരു ബോധമാണ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ഈ പറഞ്ഞ ഭാഷയൊന്നും ഭയങ്കര പ്രശ്നമല്ല. കാരണം ആ ബേസിക് സോഫ്റ്റ്വെയർ അവരിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയാൽ പിന്നെ അവര് ഭാഷ പഠിച്ചാലും അവർ ഇത് വെച്ചിട്ട് ഇതിനെ വിശകലനം ചെയ്തു. എന്നാൽ നമ്മൾ പറയാത്ത കുഴപ്പങ്ങൾ അവർ ഈ സിവിലൈസേഷനിൽ അവർ തന്നെ കണ്ടെത്തും. നമ്മൾ പറയുന്നതല്ലാത്ത മേന്മകൾ പോലും അവർക്ക് ഇസ്ലാമിൽ നിന്ന് കണ്ടെത്താനും കഴിയും. ഈ സിവിലൈസേഷന്റെ കൾച്ചറും ഒക്കെ അവർക്ക് കൂടുതൽ പഠിച്ചാൽ അവർക്ക് കൂടുതൽ പിന്നെ അത് മൈൻഡ് ചെയ്തെടുക്കാനാണ്, അത് ഖനനം ചെയ്തെടുക്കാനാണ് സാധിക്കുക. ആ ഒരു പ്രത്യേകിച്ച് ഒരു ജമാഅത്തെ ഇസ്ലാമി കമ്മ്യൂണിറ്റി എന്ന നിലക്ക് ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. മുജാഹിദുകളെക്കാൾ സുന്നികളെക്കാൾ നമ്മൾ ഈ അല്ലെങ്കിൽ മറ്റു പല ഈ പെർസ്പെക്റ്റീവ് ഉള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ഈ ഒരു ബേസ് വെച്ചുകൊണ്ട് പിന്നെ ഇതിനെ നമുക്ക് ഈ ഒരു പെർസ്പെക്റ്റീവ് ഇതാണ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം. അഡ്വക്കേറ്റ് അബ്ദുൽ സലാം, ക്വസ്റ്റ്യൻ ഉണ്ടോ? അസ്സലാമു അലൈക്കും. നമ്മൾ ഈ സംസാരിച്ചതിന്റെ ഒക്കെ ഒരു ആകത്തുക സ്വതന്ത്ര ചിന്ത എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ സ്വതന്ത്ര ചിന്ത എന്നുള്ളത് കുട്ടികളിൽ നിന്ന് അല്ല, നമുക്ക് മനുഷ്യർ എന്നല്ല മൃഗങ്ങളിൽ നിന്ന് പോലും അത് നമുക്ക് തീർത്തും മാറ്റിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ഈ സ്വതന്ത്ര ചിന്ത എന്നുള്ളതൊരു അടിസ്ഥാനപരമായ സംഗതി ആയിരിക്കെ ആ സ്വതന്ത്ര ചിന്തക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളോട് സംവദിക്കുമ്പോഴും ചർച്ച ചെയ്യുമ്പോഴും അവർക്ക് സ്വയമായിട്ട് ഇതൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ബോധ്യം കൊടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതല്ലേ കൂടുതൽ ഉചിതമാവുക. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ് അത് ചോദിക്കുന്നത്. ഈ ചോദ്യം ആരോടാന്ന് കൂടി പറഞ്ഞാലാണ് ഉത്തരം പറയാൻ സൗകര്യം. അവതരിപ്പിച്ചുകൊണ്ട് അല്ല, നമ്മൾ ഇപ്പൊ തൊട്ടുമുമ്പ് ചോദിച്ച ചോദ്യത്തിലെ കുട്ടികളോട് സംവദിക്കുമ്പോ നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറയുന്നതോടൊപ്പം തന്നെ ഈ ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നുള്ളതും പ്രായപൂർത്തിയാവുന്നവരെ കുട്ടികളെ വളർത്തേണ്ട, അവർക്ക് കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതകളിലുള്ള എല്ലാ സൽസ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരിക്കെ പിന്നെ നമ്മൾ സ്വാർത്ഥമായിട്ട് അവർ ഇങ്ങനെ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് പോലും നമ്മുടെ ഒരു മനുഷ്യ സഹജമായ സ്വഭാവം എന്നല്ലാതെ ആ ഒരു ബാധ്യതയൊന്നുമല്ലല്ലോ കുട്ടികൾക്ക്. അതാണ്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ അവര് പ്രായപൂർത്തിയാവുന്നവരോട് അവർക്കൊരു സ്വതന്ത്ര ചിന്ത ഉണ്ട് എന്ന് അവർക്ക് അപ്പോഴാണല്ലോ അവരുടെ അവകാശം നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ഇപ്പൊ ചോദിച്ചത് ആരോടാണെന്നാണ് ഞാൻ ഈ സദസ്സിനോടും അല്ലെങ്കിൽ മൊത്തത്തിൽ ആ ചർച്ചയിലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ആ കൊടുക്കുന്നിടത്ത് നമ്മളൊരു പിശുക്ക് കാണിക്കാറുണ്ടോ എന്ന് തോന്നാറുണ്ട് പലപ്പോഴും അത് കുട്ടികളോട്.
അവർക്ക് പ്രായപൂർത്തിയായാലും അവർക്ക് എന്തും തിരഞ്ഞെടുക്കാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിൽ നല്ലത് ഇതാണെന്ന് നമുക്ക് തോന്നിയതുകൊണ്ട് നമ്മളിത് ഫോളോ ചെയ്യുന്നു എന്നുള്ള തീർത്തും സ്വതന്ത്രമായ ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ ആ ഒരു സംവാദം അല്ലേ നല്ലത് കുട്ടികളോട്. അത് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഉം. നിങ്ങൾ ചോദ്യങ്ങൾ അത്രയാണ്. ഉം. ഉണ്ടോ? ഷഹീദ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ. പിന്നെ നമ്മള് ഈ ആധുനിക കാലഘട്ടത്തില് ഈ ലിബറലിസം ഏറ്റവും കൂടുതൽ കടന്നു വരുന്നത് ഒരു മാധ്യമമാണ് സിനിമ. ഇപ്പൊ സിനിമയുമായിട്ട് നമ്മളെ പൊതുസമൂഹത്തിൽ ഇസ്ലാമിക പല വ്യത്യസ്തമായ പിന്നെ ഗ്രൂപ്പുകളിലും ചിന്താധാരകളിലും വ്യത്യസ്തമായ സമീപനങ്ങളാണുള്ളത്. ചില ആളുകൾ അത് കുറച്ചുകൂടി സിനിമയെ കുറച്ചുകൂടി ലിബറലായിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് യഥാർത്ഥ ഇപ്പം മദ്യത്തിന്റെ കാര്യത്തിൽ നമുക്ക് പറയാം, പക്ഷേ ഖുർആൻ പറയാം അത് നിങ്ങൾക്ക് നന്മയുണ്ട് പക്ഷെ തിന്മയാണ് കൂടുതൽ, അതുകൊണ്ടാണ് നിരോധിക്കപ്പെട്ടത്. ഇപ്പൊ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് ചില നന്മകളെ കാണാൻ പറ്റുമെങ്കിലും പ്രകടമായ രീതിയിൽ ഒരുപാട് തിന്മകൾ, പ്രത്യേകിച്ച് എക്സ്ട്രീം ലിബറലിസം ഇന്നത്തെ കാലഘട്ടം ആധുനിക കാലത്ത് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അതിനെതിരെ ഒരു ശക്തമായ ഒരു നിലപാടുകൾ എടുക്കാൻ മടിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പ്രത്യേകിച്ച് മതപരമായ ആളുകൾ, വക്താക്കളെ ആളുകൾ തന്നെയും സിനിമ നിർമ്മിക്കുകയും അതിന്റെ പ്രചാരകരാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഹമ്മദ് സാഹിബ് മറുപടി പറയാം. ഓക്കെ, പിന്നെ സിനിമ പറ്റുമോ പറ്റില്ല എന്നൊരു ചർച്ചക്ക് പ്രസക്തിയുണ്ട്. ലിബറലിസം കടന്നു വരുന്ന വഴിയാണ് സിനിമ, അതുകൊണ്ട് സിനിമ പറ്റില്ല എന്ന വാദം ഒരു നിലനിൽക്കുന്ന വാദമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നോവലുകൾ വായിക്കുന്നതോ? ഇല്ല, അങ്ങനെയല്ല എന്റെ വാദം. ഞാൻ പറയുന്നത് അതല്ല എന്റെ വാദം. എന്റെ വാദം അതല്ല. ആധുനിക കാലഘട്ടത്തിൽ സിനിമകൾ ലിബറലിസത്തിന് ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്ന ഒരു മാർഗമായിട്ട് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് സിനിമ പറ്റില്ല എന്നാണെങ്കിൽ സിനിമ പറ്റുമോ പറ്റില്ല എന്നതിന് വേറൊരുപാട് കാരണങ്ങളുണ്ട്. ലിബറലിസം കടന്നു വരുന്ന വഴിയാണെങ്കിൽ ലിറ്ററേച്ചറിലാണ് എക്കാലത്തും ഏറ്റവും പുതിയ ആശയങ്ങൾ ഏറ്റവും ശക്തമായി കടന്നു വരുന്ന സ്ഥലം ലിറ്ററേച്ചറാണ്. ഈ ലിറ്ററേച്ചർ പറ്റുമോ? നോവൽ വായിക്കാൻ പാടുണ്ടോ? കഥ വായിക്കാൻ പാടുണ്ടോ? കവിത വായിക്കാൻ പാടുണ്ടോ? അല്ല, അതിലൊക്കെ ഞാൻ മനസ്സിലാക്കുന്നില്ല. വായനക്ക് നമുക്കൊരു നമ്മുടെ വിഷനിങ് നൽകുന്ന ഒരു എക്സാജറേഷൻസ് ഉണ്ടല്ലോ, ഈ സെലിബ്രേഷൻ. പ്രത്യേകിച്ച് അത് സെക്സ് ആയാലും അതുപോലെ തന്നെ മദ്യപാനമായാലും ഒക്കെയുള്ള ഒരു സെലിബ്രേഷൻസ് വിഷ്വലായിട്ട് കൂടുതൽ നടക്കുന്ന സിനിമകളിലാണ് എന്നുള്ളത്. ഇത് ലിബറലിസത്തിന്റെ ഒരു മനുഷ്യൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ലിബറലിസം കൊണ്ട് മനുഷ്യൻ ഏറ്റവും കൂടുതൽ തിന്മകൾ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് സെക്സും ഈ ലഹരികളൊക്കെയാണ്. അപ്പൊ അതിനെ കൂടുതൽ വിഷ്വലായിട്ട് എക്സാജറേറ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് വലിയൊരു പങ്കുണ്ട്. അപ്പം വായനകൾക്ക് നമുക്കിപ്പോഴും നമ്മുടെ ഒരു ചിന്താമണ്ഡലത്തിന്റെ ഒരു മേഖല സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വ്യക്തമല്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ഇസ്ലാമിക ചിന്തകൾ എപ്പോഴും ഒരു വിഷ്വൽ മേഖലയിൽ അതുമായിട്ടൊരു താരതമ്യം നടക്കൂല എപ്പോഴും. പക്ഷെ സിനിമകൾ നമുക്കെപ്പോഴും ആ വിഷ്വൽ ട്രീറ്റ്മെന്റ് നൽകുന്ന വല്ലാത്ത ഒരു അതിപ്രസരത്തിലേക്ക് നമ്മൾ പലപ്പോഴും പോകില്ല. അതാണ് എന്റെ ഒരു പ്രധാന ബാക്ക്ഗ്രൗണ്ട് ഞാൻ ചോദിക്കാനുള്ള കാരണം. അതിന് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് മുഹമ്മദ് സാഹിബ് ഉദ്ദേശിക്കുന്നത്. അതായത് മാധ്യമം എന്ന അർത്ഥത്തിൽ ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ അതുപോലെ തന്നെ ഒരു മാധ്യമമാണ് സിനിമ. പക്ഷെ സിനിമക്ക് അതിന്റെ എഫക്റ്റിൽ വ്യത്യാസമുണ്ട്. അപ്പം ആ പറഞ്ഞ ഹാംസ് ഉള്ളതുകൊണ്ട്, ഉപദ്രവമുള്ളതുകൊണ്ട് നമ്മൾ ആ മീഡിയത്തിനെ തന്നെ ഒഴിവാക്കേണ്ടതാണോ, അതല്ലെങ്കിൽ ആ മീഡിയത്തിലെ വേറെ ഏതെങ്കിലും ഇതിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണോ, അല്ലെങ്കിൽ ആ മീഡിയം തന്നെ നമ്മൾ കളയേണ്ടതാണോ എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും ആ ചർച്ച. ഞാൻ ഉന്നയിക്കുന്ന ഒരു അടിസ്ഥാന പ്രശ്നം സിനിമ പറ്റുമോ പറ്റില്ല എന്ന് ചർച്ച ചെയ്യേണ്ടുന്നതിന്റെ ഒരു രീതി ഇതല്ല എന്നുള്ളതാണ്. ഈ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഫലമില്ല. കാരണം ഈ എഫക്റ്റ് വാദാണെങ്കിൽ വിഷ്വൽ എഫക്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, കണ്ടന്റ് എഫക്റ്റ് ചെയ്യുന്ന. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോവൽ വായിക്കുമ്പോൾ അത് നമ്മൾ സ്വയം ഇമേജിൻ ചെയ്യുക കൂടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കൂടി എൻ്റെ ബുദ്ധിപരമായ എഫേർട്ട് എടുത്ത് ഇമേജിൻ ചെയ്യുന്ന ഒരു സാധനമാണോ എന്നിൽ എഫക്റ്റ് ചെയ്യുക, അതല്ല ഞാൻ കാണുന്ന ഒരു സാധനമാണോ? ഇതൊക്കെ വ്യക്തിക്കൊക്കെ അനുസരിച്ച് ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പോ ഒരു വലിയ ഉദാഹരണം ഉണ്ട് മുഹമ്മദ് സാഹിബ് പറഞ്ഞതിൽ, ഇടപെട്ട് പറഞ്ഞതാണ്.
പോർണോഗ്രഫിനെ പറ്റി പറയുന്നത് ആണുങ്ങളിലാണ് പോർണോഗ്രഫി വിഷ്വൽ ആയിട്ടുള്ള മീഡിയ ആണല്ലോ പോർണോഗ്രഫി ഏറ്റവും കൂടുതൽ എഫക്ട് ഉണ്ടാക്കുന്നത്. സ്ത്രീകളിൽ പോർണോഗ്രഫി അത്ര ഇല്ല. പക്ഷേ സ്ത്രീകളുടെ ഇടയിൽ ലിറ്ററോട്ടിക്ക എന്ന് പറയുന്ന സംഗതി, എറോട്ടിക് ലിറ്ററേച്ചർ ഭയങ്കര സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയല്ല ഇത് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്ക് സിനിമ പറ്റൂ, ഇസ്ലാമിൽ ഏത് കാര്യവും അതിന്റെ ഹലാല്, ഹറാമ്, മഫ്സദത്ത്, മസ്ലഹത്ത്, ഇതൊക്കെ അതിനൊരു രീതിയുണ്ട്. ലിബറലിസം സൊസൈറ്റിയിൽ എല്ലായിടത്തും ഉണ്ട്. എല്ലാം അവരാണ് നിയന്ത്രിക്കുന്നത്, എല്ലായിടത്തും അതുണ്ട്. ലിബറലിസം സ്വാധീനിക്കുന്നു എങ്കിൽ നമ്മൾ കുട്ടികളെ സ്കൂൾ പറഞ്ഞേക്കാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിലുണ്ട്. അതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ രൂപപ്പെടുത്താമെന്നുള്ളത് വേറെ കാര്യമാണ്. സിനിമ കാണാൻ പറ്റൂലേ, നിലവിലുള്ള സിനിമ കാണാൻ പറ്റൂലേ ഒരു ചർച്ചയാണ്. ഇനി സിനിമ എന്ന് പറയുന്ന മീഡിയം, ഇത് രണ്ടും അല്ലാത്ത മൂന്നാമത്തെ ഒരു ചർച്ചയാണ്. ആ മീഡിയത്തെ ഇസ്ലാമികമായിട്ട് ഉപയോഗിക്കാൻ പറ്റൂലേ, ഇത് വേറെ ചർച്ചയാണ്. അത് നമ്മളുടെ ടോപ്പിക്കുമായിട്ട് ഡയറക്റ്റ് ബന്ധപ്പെട്ടതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ബേസിക്കലി പറയാനുള്ളത് അള്ളാഹ് ഹറാമാക്കാത്ത എല്ലാ മീഡിയങ്ങളും ഹലാലാണ്. അൽ അസ്ലു ഇബാഹത്തുന്, അടിസ്ഥാന അനുവദനീയാണ്. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതനുസരിച്ച്. ചോദ്യങ്ങൾ വരാനുണ്ടോ? കുട്ടികളെ വിഷയത്തിലോ മറ്റൊക്കെ ആയിട്ട് ആശങ്കകളോ ആകുലതകളോ ഒക്കെ ഉണ്ടെങ്കിൽ. സയ്യിദ് സാഹിബ്, ഞാൻ നേരത്തെ വന്നൊരു ചോദ്യത്തിൽ ഒന്ന് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സലാം സാഹിബ്, അഡ്വക്കേറ്റ് സലാം സാഹിബ് ചോദിച്ചേ. അതെ ചോദിച്ചോളൂ, പറഞ്ഞോളൂ. അപ്പൊ അല്ലേ, പിന്നെ ഒന്ന് നമ്മൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യന് അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. മനുഷ്യന് നന്മ അവസാനം എന്താ പറയാ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവന് തന്നെയാണ് അവന്റെ ചോയ്സിന് ഉത്തരവാദി. ആ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, ഇസ്ലാം എന്നുള്ളത് നമ്മുടെ തോന്നലല്ല. ഇസ്ലാം ഈസ് ഒബ്ജക്റ്റീവ്ലി ട്രൂ. വസ്തുനിഷ്ഠമായിട്ട് സത്യമാണ് ഇസ്ലാം. അല്ലാണ്ട് അത് നമ്മുടെ ഒരു ചിന്ത, നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്നല്ല. അങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ അത് വസ്തുനിഷ്ഠമായിട്ട് സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന ആളാണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ. ഇസ്ലാമാണ് വസ്തുനിഷ്ഠമായിട്ട് സത്യം, ഒബ്ജക്റ്റീവ്ലി ട്രൂ എന്ന് അംഗീകരിക്കുന്ന ആളാണ്. അത് ഒരു വിഷയം. അപ്പം നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് സത്യം, ഒബ്ജക്റ്റീവ്ലി ട്രൂ ആയിട്ടുള്ള ഒരു സംഗതി നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പൊ സമൂഹത്തിൽ 1+1=2 എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് പിന്നെ സമൂഹത്തിൽ പല കാഴ്ചപ്പാടുകളുണ്ട്. 1+1=3 എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 1+1=2 എന്നാണ്. ആ ഒരു രീതിയിൽ നമുക്ക് ലൈറ്റാക്കി അത് അവതരിപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതല്ല അതിന്റെ ഒരു ശരിയായ നിലപാട്. അപ്പൊ നമ്മളത് ഇതാണ് സത്യം, ഇത് സത്യം, എന്താ പറയാ, വസ്തുനിഷ്ഠമായിട്ട് ഇത് തന്നെയാണ് സത്യം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മളത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കേണ്ടത് എന്നാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. അതോടൊപ്പം തീർച്ചയായിട്ടും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. കാരണം പടച്ചവന് അവസാനം അവനവനോട് തന്നെയാണ് ചോദിക്കുക. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് ഉത്തരവാദിയാണ്. അതിനുള്ള സ്വാതന്ത്ര്യം, നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, വസ്തുനിഷ്ഠമായിട്ട് തന്നെ ഒബ്ജക്റ്റീവ്ലി ട്രൂ ആണ് ഇസ്ലാം എന്നുള്ളത് മനസ്സിലാക്കണം. മറ്റൊന്ന്, പിന്നെ നമ്മൾ ലൈറ്റാക്കി കൊടുത്താലുള്ള മറ്റൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ വളർച്ചയിൽ സ്വാധീനിക്കുന്നത് പാരന്റ്സ് മാത്രമല്ല, സമൂഹത്തിൽ നിന്ന് അവന് ഒരുപാട് ഇൻപുട്ടുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതായത് പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലിബറലിസത്തിനെ കുറിച്ചൊക്കെ, ലിബറലിസത്തെ കുറിച്ച് അവന് കിട്ടുന്ന ഇൻപുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒബ്ജക്റ്റീവ്ലി ട്രൂ, അത് വസ്തുനിഷ്ഠമായിട്ട് തന്നെ സത്യമാണ്. അപ്പൊ ഞാൻ എന്റെ സംസാരത്തിൽ തന്നെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അത് പലപ്പോഴും അത്രയും വ്യാപകമാണ് ഈ ലിബറൽ കാഴ്ചപ്പാട് എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ അറിയാതെ ചിന്തിച്ചു പോവാണ്. മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്തും ചെയ്യാമല്ലോ എന്നുള്ളത് അത് സ്വതവേ മനുഷ്യർ തോന്നുന്നൊരു തോന്നലല്ലേ എന്ന് പോലും നമ്മൾ പലരും ചിന്തിച്ചു പോകുന്ന അത്രയും വ്യാപകമായിട്ട് അത് പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ആ ഒരു കാഴ്ചപ്പാട്. അപ്പൊ ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു കുറച്ചൊരു ലൈറ്റ് ആയിട്ടോ, അല്ലെങ്കിൽ അതായത് ഒരു നമ്മുടെ ഒരു ഇതാണ്, പിന്നെ അതായത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ആ ഒരു രീതിയിൽ, അതായത് ഒരു ഒബ്ജക്റ്റീവ്ലി ട്രൂ എന്നുള്ള രീതിയിൽ അല്ലാണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വിഷയത്തെ മനസ്സിലാക്കുന്നത്. ജസാക്കല്ലാഹ്. അസ്സലാമു അലൈക്കും. കറക്റ്റാണ്. നമ്മളുടെ സമയം ഒരു 3 മിനിറ്റും കൂടി നമുക്കുണ്ട്. ഒരു ചോദ്യം കൂടി എടുക്കാം. ഓക്കെ, സഫ. ഞാന് TM-നോടും JK സാഹിബിനോടാണ് ചോദിക്കാനുള്ളത്. നമ്മള് പലപ്പോഴും ഇത് തന്നെയാണ് ശരി, ഇസ്ലാമിൽ ഒരു ക്വയർ കമ്മ്യൂണിറ്റിനോടൊക്കെ ഉള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാലോ. പക്ഷെ പല സമയത്തും
ഈ സൈബർ സ്പേസിലൊക്കെ ഇങ്ങനെ ഇസ്ലാമിന്റെ പോരാളികളാണ് എന്നുള്ള കോലത്തില് ഇതുപോലെയുള്ള വ്യക്തികളെ നല്ലോണം ഹത്യ ചെയ്തിട്ടുള്ള കമന്റുകളും കുറെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് നമ്മള് ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാണ് എന്നുള്ള രൂപത്തില് ഇസ്ലാമികം പോലും അല്ലാത്ത കുറെ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള കുറെ ഹിന്ദു പാട്രിയാർക്കൽ അങ്ങനത്തെ ഒക്കെ കുറെ സംഗതികൾ ഇങ്ങനെ എഴുതി കമന്റ് വിടുന്നുണ്ടാകും. അപ്പൊ അത് ശരിക്കും നമ്മളെ നല്ലോണം ഹാം ചെയ്യൂലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ കുറച്ചും കൂടി ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എൻഗേജ്മെന്റുകളിലേക്ക് പോവേണ്ടതില്ലേ? അതിനെ കുറിച്ചൊന്ന് പറയോ? അത് ശരിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു പുതിയ പ്രതിഭാസമായതുകൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു ഭാഷയുടെ കാര്യത്തിലൊക്കെ ഒരു കൾച്ചർ ഇനിയും ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട് എന്നത് ശരിയാണ്. നമ്മൾ പണ്ട് പറയാറുണ്ട്, നമ്മൾ പാപത്തെയാണ് എതിർക്കുന്നത്, പാപിയെയല്ല എന്നതൊരു വളരെ പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനോടൊക്കെ വളരെ പിന്നെ എന്തല്ലോ ഒന്നിനെയും ചീത്ത വിളിക്കാതിരിക്കുക. ഒരു കാര്യം ഒരാൾ ചെയ്യുന്നത് തെറ്റായിരിക്കെ തന്നെ ആ തെറ്റിനെ നമുക്ക് പറയാം. തെറ്റിനെ വിമർശിക്കുക എന്ന് പറയുന്നതും ഒരാളെ ചീത്ത വിളിക്കുക എന്ന് പറയുന്നതും രണ്ടാണല്ലോ. അപ്പോ അയാളെ അംഗീകരിച്ചും അയാളുടെ ഒരു വ്യക്തിത്വത്തെ അംഗീകരിച്ചും ഒക്കെ, എന്നാൽ അതിനെ ഒരു അന്തസ്സോടുകൂടി വിമർശിക്കുക. ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമൊക്കെ ആയിരിക്കാം. ഇപ്പോ അതിപ്പോ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ സമൂഹം ഇത് ചെയ്തപ്പോൾ ലൂത്ത് നബി എന്താണ് അവരോട് പറഞ്ഞത്? അതൊന്ന് ആ ആയത്തുകളിലൂടെ നമ്മളൊന്ന് കടന്നുപോയി നോക്ക്. അവര് ചെയ്യുന്നത് വളരെ മോശം കാര്യമാണ്. പക്ഷെ എത്ര അന്തസ്സോടുകൂടിയാണ് ലൂത്ത് നബി അവരോട് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു ബേസിക്കലി ഇതൊരു സംവാദമാണല്ലോ. അല്ലാതെ ആരെങ്കിലും ചീത്ത വിളിക്കുക എന്നിട്ട് നമ്മളെന്തോ ഒരു സംതൃപ്തി അടയുക, അല്ലെ അവരെ അങ്ങനെ, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. പ്രത്യേകിച്ച് എല്ലാവരും ഈ ആക്ട് ചെയ്യുന്നവരൊന്നുമല്ല, മറിച്ച് ഇതൊരു അവരുടെ റൈറ്റ് ആണ് എന്ന ഒരു ഫിലോസഫിയാണ്, ഒരു പൊസിഷനാണ്, ഒരു പൊളിറ്റിക്സ് ആണ്. അപ്പൊ അതിനോട് നമ്മൾ അല്ലാതെ നമ്മൾ പേഴ്സണലി പിന്നെ ചിലർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും ഞാൻ ഗേ ആണ്. ഗേ ആണെന്ന് പറയുന്നവർ തന്നെയും ഇത്ര ഗേ ആണ് എന്നൊക്കെ വേറെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. ആയിരിക്കാം, അല്ലാതിരിക്കാം. അപ്പോ ഒരു ആശയ സംവാദമാണിത്. അപ്പൊ ആശയ സംവാദത്തിൽ പുലർത്തേണ്ടുന്ന, അല്ലാതെ നമ്മളിപ്പോ ഒരു ഗവൺമെന്റോ ഇതൊന്നുമല്ലല്ലോ ആളുകളെ ശിക്ഷിക്കുക, ഈ പണിയൊന്നും നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഒരു ഗവൺമെന്റ് ഒക്കെ ഉള്ള കാലത്ത് അവർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ആശയ സംവാദത്തിന്റെ ഒരു തലമാണ്. ആ ആശയ സംവാദത്തിൽ പുലർത്തേണ്ടുന്ന മര്യാദകളൊക്കെ പുലർത്തിയിട്ടാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോഴേ ഫലം ഉണ്ടാവുള്ളൂ. അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടി ചോദിക്കാൻ എന്താ വെച്ചാൽ, അപ്പൊ ഈ വെസ്റ്റേൺ ലിബറൽ വ്യവസ്ഥയാണ് LGBTQIA+ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതിയിട്ടുള്ളത്, ഒരൊറ്റ അംബ്രല്ല കാറ്റഗറി ആയിട്ട്. പക്ഷെ ഇസ്ലാമില് അങ്ങനെ അല്ലല്ലോ. അപ്പൊ എന്നുള്ള കാറ്റഗറി ഇന്റർസെക്സ് ആണ്. അത് ഫിസിക്കലി തന്നെ ഇസ്ലാം ഫിഖ്ഹി പരമായിട്ട് തന്നെ പരിഗണിച്ചിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. പിന്നെ അസെക്ഷൽ അക്നോളജ് അസെക്ഷൽ എന്നുള്ള കാറ്റഗറിയും, അതുപോലെ ഹിജാബ് പ്രാക്ടീസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഫിഖിലെ വ്യത്യാസങ്ങൾ അസെക്ഷൽ. അപ്പോ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ തന്നെ കുറച്ചും കൂടി എന്താ പറയാ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. അവയർ ഉണ്ടാക്കണം എന്നല്ല, ഈ LGBTQ നമ്മളിപ്പോ ഇങ്ങനെ വിമർശിക്കുമ്പോഴും ഇത് ഉണ്ടായൊരു പശ്ചാത്തലമുണ്ട്. ഈ ക്രിസ്ത്യൻ യൂറോപ്പ് ഇതിനെയെല്ലാം അതിഭീകരമായി കൈകാര്യം ചെയ്തതിന്റെ കൂടി പ്രശ്നം ഇതിലുണ്ട്. വ്യക്തിവാദത്തിന്റെ എന്താ പറയാ, ഒരു വംശാവലി, ലീനിയോളജി നമ്മൾ പരിശോധിച്ചാല് വ്യക്തിവാദം ലിബറലിസം ഉണ്ടാക്കുന്ന ഒരു കുഴപ്പമുണ്ട്. മറുഭാഗത്ത് മറ്റവരുടെ പ്രതികരണത്തോടുള്ള പ്രതികരണം എന്നൊരു പ്രശ്നം കൂടി ഇതിലുണ്ട്. അപ്പോ ഇതിനെ തെറ്റ് തന്നെയാണ്. അതേസമയം ഇന്റർസെക്സ് എന്ന് പറയുന്നത് വേറൊരു കൂട്ടരാണ്, അസെക്ഷൽ വേറെ കൂട്ടരാണ്. പിന്നെ കെട്ടുകയാണ്. പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് തന്നെ ജെന്യൂനായിട്ട് അങ്ങനെ തോന്നുന്ന മനുഷ്യരുണ്ട്. യഥാർത്ഥത്തിൽ തന്നെ തോന്നുന്ന മനുഷ്യരുടെ തോന്നലിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് അംഗീകരിച്ചു കൊടുക്കുക മീൻസ് അതുകൊണ്ട് പെണ്ണായിക്കോ ആണായിക്കോ എന്ന് പറയുക എന്നല്ല. പക്ഷെ ആ തോന്നുക എന്ന് പറയുന്നതിനോട് നമുക്കൊരു എമ്പതിക്കലായിട്ടുള്ള നിലപാടുണ്ടാവേണ്ടതുണ്ട്. എന്നിട്ട് അവർക്ക് ആ തോന്നലിനെ മറികടക്കാനോ അല്ലെങ്കിൽ ആ തോന്നുന്നതിൽ നിന്നുകൊണ്ട് തന്നെ സുബറോടുകൂടി ജീവിക്കേണ്ടതുണ്ട്. പിന്നെ LGBT പ്രശ്നം നാട്ടിലുണ്ട്. മനുഷ്യരെ കളിയാക്കുക, അല്ലെ, അവർക്ക് ഡബിൾ പേരുകൾ വിളിക്കുക, അവരുടെ സമ്പത്ത് മാറ്റി നിർത്തുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് രണ്ടും അഡ്രസ് ചെയ്തുകൊണ്ട്, പക്ഷേ പ്രബലമായ പ്രശ്നം അതല്ല. പിന്നെ ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിനെ മാനസികമായി ചെയ്യുന്നത്. അതേസമയം മാറ്റങ്ങൾ സമീപനങ്ങളിൽ ഇത്തരം പ്രശ്നങ്ങളും തിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെയാണ് നമുക്ക് ഇതിന് പ്രശ്നത്തെ സമ്പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ കഴിയും.